സ്റ്റാർട്ട് ചെയ്യാം. പഴയ ആരുമില്ല, ഒരാളേ ഉള്ളൂ, രണ്ടുപേരുണ്ട്. ഇല്ല, നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നോ? വേറെ ആരുമില്ല, ബാക്കിയെല്ലാവരും പുതിയതല്ലേ? ഓക്കെ. സോ നമ്മളെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ, ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. സോ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇനി നമുക്ക് പോകാൻ പറ്റില്ല. സോ നമുക്ക് അറിയാമല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇന്നലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? സോ നമുക്ക് ഓരോ സ്ലോട്ടിൽ ഓരോ ചാപ്റ്റർ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് സ്പീഡിൽ പോവാണ്. ഫസ്റ്റ് ഡേ നമ്മൾ എടുത്തത് ഒരു ഹാഫ് ഡേ സെഷനിൽ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്ത്. ഓക്കെ, അത്ര സ്ലോ ആയിട്ട് പോകാം. പക്ഷെ അത് തന്നെ കുറച്ചും കൂടി എടുക്കാണ്ട് ഞാൻ ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കും. +1 ഓർമ്മയുണ്ടോ? ചെറുതായിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പഠിപ്പിക്കുകയല്ല, കാരണം പഠിപ്പിക്കാനുള്ള സമയമല്ല ഇപ്പോൾ. ഓക്കെ, നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്യുകയാണ്. എന്തൊക്കെയാണോ നിങ്ങൾ നേരത്തെ പഠിച്ചത് അതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക, അതിനുള്ള സമയമേ ഉള്ളൂ. ഓക്കെ, പോകട്ടെ, ക്വിക്കായിട്ട് പോകട്ടെ. എവിടെയെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ അന്നേരം ചോദിച്ചാൽ മതി. ക്ലിയർ? എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ലെങ്കിൽ അത് അന്നേരം ചോദിച്ചോളാം. ഓക്കെ ഓക്കെ. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് അറിയാമോ? സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. യെസ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് റൂൾസ് ആവശ്യമുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് തന്നെ കുറേ റൂൾസ് ആണ്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് വേറൊരു സാധനം നമുക്ക് ആവശ്യമുണ്ട്. സോ അതിലേക്കൊന്ന് നോക്കാം. ഓക്കെ, എഴുതിയെടുത്തോണ്ടിരുന്നാൽ മതി കേട്ടോ, പെട്ടെന്ന് എഴുതിയെടുത്താൽ മതി ഞാൻ പറയുന്ന കാര്യങ്ങൾ. സോ rules of rounding off. Rules of rounding off. റൂൾസ് ഓഫ് റൗണ്ടിങ് ഓഫ് പറഞ്ഞാൽ നമുക്കറിയാം, ചില നമ്പറുകൾ എടുത്തിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 735.6327 ചുമ്മാ ഒരു നമ്പറാണ്. 735.6327. ഇതിൽ ഇൻഡിജർ പാർട്ടും ഉണ്ട്, ഡെസിമൽ പാർട്ടും ഉണ്ട്. ശരിയാണല്ലോ? ഇൻഡിജറും ഉണ്ട്, ഡെസിമലും ഉണ്ട്. ഈ ഡെസിമൽ പാർട്ടിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഡെസിമൽ പാർട്ടിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 4 ഡിജിറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മളോട് പറയുകയാണ് നമുക്ക് ഡെസിമൽ പാർട്ടിൽ 3 ഡിജിറ്റ് മതി, 4 വേണ്ട. എത്ര മതി? 3 മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ ഡിജിറ്റ് നമ്മൾ റൗണ്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലാസ്റ്റത്തെ ഡിജിറ്റ് നോക്കുക. നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ലാസ്റ്റത്തെ ഡിജിറ്റ് ആരാ? ഇപ്പം 7. അപ്പൊ അത് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമുക്കിത് എങ്ങനെയാ റൗണ്ട് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു നമ്പറിനെ നമുക്ക് ഡെസിമൽ പാർട്ടിൽ 3 മതി എന്നുണ്ടെങ്കിൽ, ക്ലിയർ, നമുക്ക് കളയേണ്ട ആളാരാണ്? 7. സോ ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് ഗ്രേറ്റർ ദാൻ 5.
ഓക്കെ, 5ൽ കൂടുതലാണെങ്കിൽ നമ്മൾ നോർമലി എങ്ങനെയാ ചെയ്യുന്നത്? ഈ ഡിജിറ്റിനെ അങ്ങ് കളയുക, എന്നിട്ട് മുമ്പിലുള്ള ഡിജിറ്റ്, ദ പ്രിസീഡിംഗ് ഡിജിറ്റ് ഷുഡ് ബി റേസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ ഒന്ന് കയറ്റി എടുക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 735.63. നോക്ക, ഇത് 5ന് മുകളിലാണ്. 5ന് മുകളിലാണെങ്കിൽ പ്രിസീഡിംഗ് ഡിജിറ്റ് ഒന്ന് കയറ്റണം. ഇപ്പൊ ഇവിടെ ആരാ? 2. അപ്പൊ 1 പ്ലസ് ചെയ്യുമ്പോ എത്ര വരും? 3. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒന്നുകൂടി നോക്കുക. 647.7838. ചുമ്മാ ഒന്ന് പറഞ്ഞേ. എനിക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 മതി, 3 ഡിജിറ്റ് മതി. അപ്പൊ ദ നമ്പർ ടു ബി ഡ്രോപ്ഡ് ഈസ്, ഏത് നമ്പറാ ഡ്രോപ്പ് ചെയ്യേണ്ടത്? കളയേണ്ടത് ആരാ? 8നെയാണ് കളയേണ്ടത്. ആ 8 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണോ, ലെസ് ദാൻ 5 ആണോ, ഈക്വൽ ടു 5 ആണോ? ഗ്രേറ്റർ ദാൻ 5. അങ്ങനെ ഗ്രേറ്റർ ദാൻ 5 വന്നാൽ ഇതിനെ നമ്മൾ അങ്ങ് കട്ട് ചെയ്യുക, എന്നിട്ട് പ്രിസീഡിംഗ് ഡിജിറ്റ് ഒന്ന് കയറ്റി എടുക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? 784. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഗ്രേറ്റർ ദാൻ 5 വന്നാൽ എന്താണ് റൂൾ എന്ന് ക്ലിയർ ആയി. ഓക്കെ, ഉറപ്പല്ലേ? യെസ്. അപ്പൊ അത് നോട്ട് ചെയ്തോണം. ഗ്രേറ്റർ ദാൻ, ഇത് നോട്ട് ചെയ്ത് പോകണം കേട്ടോ, ഞാൻ നോട്ടായിട്ട് തരുന്നില്ല. ഗ്രേറ്റർ ദാൻ 5 വന്നാൽ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ 5 വന്നാൽ എന്ത് ചെയ്യണം? പ്രിസീഡിംഗ് ഡിജിറ്റ് ഷുഡ് ബി റേസ്ഡ് ബൈ 1. ഫുൾ സെന്റൻസ് ആണ് നോക്കണമെങ്കിൽ ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ്, അതാണ് കളയേണ്ട ആളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കളയേണ്ട ആള് ആരേക്കാ വലുതാണെങ്കിൽ, 5നേക്കാ വലുതാണെങ്കിൽ അയാളെ അങ്ങ് കളഞ്ഞേക്കുക, എന്നിട്ട് മുമ്പിലുള്ള ഡിജിറ്റ് കയറ്റുക. ക്ലിയർ? ഓക്കെ. ഇനി സെക്കൻഡ് കേസ്. അപ്പൊ ഗ്രേറ്റർ ദാൻ 5 എന്ത് വന്നാലും നമുക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഇനി ലെസ് ദാൻ 5 വന്നാലോ? അടുത്തൊരു കേസ്. ലെസ് ദാൻ 5 വന്നാൽ എന്ത് ചെയ്യണം? ഇപ്പൊ നോക്കിയേ, 735.6321. ഓക്കെ, യെസ്. നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര മതി? ചുമ്മാ ഞാൻ പറയാണ് 3. ഇപ്പൊ ക്വസ്റ്റ്യനിൽ എത്രയാ പറയണേ അതാണ് വേണ്ടത്. ഇപ്പൊ തൽക്കാലം നമ്മൾ പറയുന്നത് 3. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് കളയേണ്ട ആളാരാ ഇവിടെ? ഇഫ് ദ നമ്പർ ടു ബി ഡ്രോപ്ഡ് ഈസ്, ഏതാ 1. കളയേണ്ട ആൾ 1 അല്ലേ? അത് ലെസ് ദാൻ 5 ആണോ, ഗ്രേറ്റർ ദാൻ 5 ആണോ, 5 ആണോ? ലെസ് ദാൻ 5. ലെസ് ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യുക? കളഞ്ഞേക്ക, ഒന്നും ചെയ്യണ്ട, ബാക്കി അങ്ങ് എഴുതിയേക്ക. സോ ദ ആൻസർ ഈസ് ക്ലിയർ. സോ ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അത് നോർമലി അങ്ങ് കളഞ്ഞേക്ക, ബാക്കി എഴുതി വെക്കുക. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യണം? കളയേണ്ടത് കളഞ്ഞേക്ക, എന്നിട്ട് മുമ്പിലുള്ളതിനെ ഒന്ന് പ്ലസ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത കേസ് അപ്പൊ എന്തായിരിക്കാം? നമ്മൾ ഗ്രേറ്റർ ദാൻ 5 പറഞ്ഞു, ലെസ് ദാൻ 5 പറഞ്ഞു. അപ്പൊ ഇനി എന്തായിരിക്കാം? ഈക്വൽ ടു 5 വരാം. ശരിയല്ലേ? ഈക്വൽ ടു 5 വരാം. തേർഡ് കേസിലേക്ക് നോക്കട്ടെ. യെസ്. അപ്പൊ ഈക്വൽ ടു 5ന്റെ ഒരു കേസ് നോക്കാം. 735.6325. ക്ലിയർ ആയോ? നോക്ക, 5, 1, 2 ഇങ്ങനെയാണ് കിടക്കുന്നത്. ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ? ഓക്കെ. നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പേരെ മതി? 3 പേരെ മതി. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പേരുണ്ട്? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6 പേരുണ്ട്. നമുക്ക് എത്ര പേരെ മതി? 3. അപ്പൊ 1, 2, 3. ശരിയല്ലേ? ഈ 3 മതി എനിക്ക്. അപ്പൊ തൊട്ടടുത്ത് കളയേണ്ട ആൾ ആരാണ്? തൊട്ടടുത്ത് കളയേണ്ട ആള് 5 ആണ്. മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഗ്രേറ്റർ ദാൻ 5 വന്നാൽ എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലായി. ലെസ് ദാൻ 5 വന്നാൽ എന്ത് ചെയ്യണം എന്ന് മനസ്സിലായി. ക്ലിയർ? ഇപ്പൊ ഈക്വൽ ടു 5 ആണ് വന്നേക്കുന്നത്. നോക്കിയേ, ഗ്രേറ്റർ ദാൻ 5 ഈ മോഡൽ ഒരു എക്സാമ്പിൾ നോക്കിയേ. 735.632 812 എന്നായിരുന്നെങ്കിലോ? ഞാൻ ഫസ്റ്റ് റൂളാ പറയണേ. ഫസ്റ്റ് റൂൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പേരെ മതി? 3. തൊട്ടടുത്ത് കളയേണ്ട ആളാരാണ്? 8 ഗ്രേറ്റർ ദാൻ 5 അല്ലേ? അങ്ങനെ ഗ്രേറ്റർ ദാൻ 5 വന്നാൽ എന്താണ് റൂള്? പ്രിസീഡിംഗ് ഡിജിറ്റ്, മുമ്പിലുള്ള ആളെ ഒന്ന് പ്ലസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? 735.633. മനസ്സിലായി? അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് റൂള്. സെക്കൻഡ് റൂൾ എന്തായിരുന്നു? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ നമ്പർ ഇങ്ങനെയായിരുന്നെങ്കിലോ?
4, 1, 2 ഇങ്ങനെയായിരുന്നെങ്കിലോ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 മതി, തൊട്ടടുത്ത് കളയേണ്ട ആളാരാണ് 4. അത് ലെസ് ദാൻ 5 അല്ലേ? അങ്ങനെ ലെസ് ദാൻ 5 വന്നാൽ എന്ത് ചെയ്യണം? ലെസ് ദാൻ 5 വന്നാൽ എന്ത് ചെയ്യണം? കളഞ്ഞേക്കാം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ 735.632. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ചോദിച്ചേക്കണത് ഇങ്ങനെയാണ്. നോക്കാം, തൊട്ടടുത്ത് കളയേണ്ട ആള് ഗ്രേറ്റർ ദാൻ 5 അല്ല, ലെസ് ദാൻ 5 അല്ല, അതിന് പകരം 5 ആണ്. ഓക്കെ, അങ്ങനെ 5 വന്നാൽ വീണ്ടും 3 റൂളുണ്ട്. അറിയാമോ ഇത്? അറിയാമോ ഇല്ലയോ? പറഞ്ഞോ, അറിയാമോ ഇല്ലയോ? അറിയാമെങ്കിൽ എനിക്ക് സ്പീഡിൽ പോകും, അതുകൊണ്ടാ. ഇല്ല, ഓക്കെ, അറിയാമോ? ഓക്കെ, അങ്ങനെ 5 ആണ് വരണമെങ്കിൽ 5 കഴിഞ്ഞിട്ട് നോക്കാം. ഞാൻ പറയുന്ന റൂൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് 5 എന്ന് പറഞ്ഞാൽ കളയേണ്ട ആള് 5 ആണെങ്കിൽ വിച്ച് ഈസ് ഫോളോഡ് ബൈ എനി നോൺ സീറോ ഡിജിറ്റ്. 5 കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ? 5 കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദ പ്രിസീഡിംഗ് ഡിജിറ്റ് ഷുഡ് ബി റേസ്ഡ് ബൈ 1. 5 കഴിഞ്ഞ്, ഞാൻ 5ന്റെ 3 റൂൾ ഉണ്ടതോ, 3 കേൾക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, എല്ലാം കൂടി കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് കേട്ടിരിക്കുക, കളയേണ്ട ആള് 5 ആണെന്ന് വിചാരിക്കുക. കളയേണ്ട ആള് 5 ആണെങ്കിൽ ആ 5 കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഓക്കെ, വിച്ച് ഈസ് ഫോളോഡ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ്. ഓക്കെ, ഫോളോഡ് ബൈ എനി നോൺ സീറോ ഡിജിറ്റ്. 0 അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കുക. 0 അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ട്, 1, 2 ഒക്കെ ഇല്ലേ? യെസ്. അപ്പൊ അങ്ങനെ 0 അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദ പ്രിസീഡിംഗ് ഡിജിറ്റ് ഷുഡ് ബി റേസ്ഡ് ബൈ 1. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 735.63. പ്രിസീഡിംഗ് ഡിജിറ്റ് 2 ആണ്, 1 റേസ് ചെയ്യുക. ഓക്കെ, 5ന്റെ 3 റൂൾ ഒന്നിച്ച് പറയാം, എന്നിട്ട് വീണ്ടും നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇനി 4 730 നോക്കാം. ഇത് ഇവിടെയാണ് വന്നേക്കണത്, നിങ്ങൾ കേട്ടിരിക്കുക, അന്നേരം നമുക്ക് മനസ്സിലാവും. 735.6325. വേറൊരു നമ്പർ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്രയുണ്ട്? 4. എനിക്ക് എത്ര മതി? 3. അപ്പൊ കളയേണ്ട ആളാരാണ്? 5. 5 കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാക്കാം, 5 കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? പ്രിസീഡിംഗ് ഡിജിറ്റ് 1 കയറ്റായിരുന്നു. ശരിയല്ലേ? ഓക്കെ, അപ്പൊ 5 കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇനി നോൺ സീറോ ഡിജിറ്റ്, 0 ആയിട്ട് കാര്യമില്ല, ഇനി നോൺ സീറോ ഉണ്ടോ നോക്കുക എവിടെയെങ്കിലും. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇല്ലല്ലോ. ഇല്ലെങ്കിൽ മനസ്സിലാക്കാം, പ്രിസീഡിംഗ് ഡിജിറ്റ് നോക്കുക. ആരും ഇല്ലെങ്കിൽ, ഫോളോ ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ പ്രിസീഡിംഗ് ഡിജിറ്റ് നോക്കുക. പ്രിസീഡിംഗ് ഡിജിറ്റ് ഈവൻ ആണോ ഓടാണോ? പ്രിസീഡിംഗ് ഡിജിറ്റ് ഈവൻ ആണോ ഓടാണോ? ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഓടാണെങ്കിൽ 1 പ്ലസ് ചെയ്യണം. അതാണ് റൂള്. നിക്കോളോ, എഴുതാം. നോക്കാം, ഇതിന്റെ അപ്പൊ ആൻസർ എന്ത് വരും നോക്കാം. 735.63 ഈവൻ ആണ്, അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. അതേസമയം ഇതേ നമ്പർ നോക്കി 735.63 ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും നമ്പർ പറഞ്ഞേ 7, 5. ക്ലിയർ? നോക്കാം, ഇവിടെയും കളയേണ്ട ആളാരാണ്? 5 കഴിഞ്ഞ് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ല എങ്കിൽ പ്രിസീഡിംഗ് ഡിജിറ്റ് ഈവൻ ആണോ ഓടാണോ നോക്കുക. ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഓടാണെങ്കിൽ ഇവിടെ ഓടല്ലേ, കാരണം 7 ആ കിടക്കണത്. ഓടാണെങ്കിൽ 1 റേസ് ചെയ്യണം. അപ്പൊ ആൻസർ എത്ര വരും? 735.638. ഇത്രയും റൂൾസ് ആണുള്ളത്. 5 റൂൾസ് ക്ലിയർ ആയി നോക്കുക. ഈ 3 റൂൾസും 5 എന്ന് പറയുന്ന നമ്പർ വരുമ്പോഴുള്ളതാണ്. ക്ലിയർ ആയി നോക്കിയേ, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആയി നോക്കിയേ. ഓക്കെ ആണോ? നമുക്ക് ക്ലിയർ ആക്കി പോവാം, ധൃതി പിടിക്കണ്ട. നോക്കാം, നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾ കളക്ട് ചെയ്തോ? ഓക്കെ, അതിന് ക്ലാസ് ഇല്ല. ഓക്കെ, മെറ്റീരിയൽ കളക്ട് ചെയ്യുക, എത്രയും വേഗം കളക്ട് ചെയ്യുക. അതിനകത്ത് ക്ലാസ് ഡിസ്കഷൻ സാധനം കിടപ്പില്ലേ? അല്ലേ? ഫസ്റ്റ് സെഷൻ ക്ലാസ് ഡിസ്കഷൻ ആണ്. യെസ്, അങ്ങനെ ഒരു 15 ക്വസ്റ്റ്യൻ ഇല്ലേ?
ഓരോ ചാപ്റ്ററിനും ക്ലാസ് ഡിസ്കഷൻ 15 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്തുണ്ട്? ഹോം അസൈൻമെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്തുണ്ട്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്തുണ്ട്? മോസ്റ്റ് പ്രോബബിൾ ഉണ്ട് അല്ലേ? അതിനകത്ത് ക്ലാസ് ഡിസ്കഷന്റെ ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെ സൊല്യൂഷൻ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ കിടപ്പുണ്ട്. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ് ഡിസ്കഷൻ എന്ത് ചെയ്യാനുള്ള? ക്ലാസ് ചെയ്യാനുള്ള ആണേ. ക്ലാസ് ഡിസ്കഷൻ നമുക്ക് ക്ലാസ് ചെയ്യാനുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ തിയറി എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ മുഴുവൻ ചെയ്യാൻ പറ്റണമെന്നില്ല. 15 എണ്ണം ഉണ്ട്. മാക്സിമം നമുക്ക് ക്ലാസ് ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഓരോ ക്വസ്റ്റ്യന്റെയും സൊല്യൂഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ വാട്സപ്പ് ചെയ്ത് തരും. ഒരേ ഇനി അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേറൊരു ക്ലാസ് അടുത്ത ക്ലാസ് ചെയ്യാൻ വരുമ്പോൾ ചോദിച്ചോളാം. ക്ലിയർ ആയ പറഞ്ഞേ? എല്ലാ ചാപ്റ്ററിന്റെയും ഞാൻ ഇതുപോലെ സൊല്യൂഷൻസ് ആക്കിയിട്ടുണ്ട്. എഴുതി സൊല്യൂഷൻ ആക്കി. അതിലില്ല, സൊല്യൂഷൻ ഇല്ല. അപ്പൊ നമ്മൾ വിത്ത് സ്റ്റെപ്സ് ആയിട്ട് ഫുൾ സ്റ്റെപ്പ് എഴുതി സൊല്യൂഷൻ ആയിട്ട് ആൻസർ മാത്രമല്ല എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഇപ്പൊ 15 എണ്ണം നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഈ ചാപ്റ്റർ മാത്രമേ തീരുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ സ്ലോട്ടിൽ ഓരോ ചാപ്റ്റർ, അല്ലെ പിന്നെ ഞാൻ തിയറി പറയരുതെന്ന് വെക്കണം. അങ്ങനെ നടക്കുമോ? +1 ആണ്. +2 നമുക്ക് അങ്ങനെ ചെയ്യാം. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം, കുഴപ്പമില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ടിരിക്കുന്നവരാണ്. ആണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എങ്ങനെയാ പഠിച്ചതെന്നല്ലേ? പഠിച്ചോ? +2 പഠിച്ചോ? ഓക്കെ. സോ തിയറി പറയാതിരുന്നാൽ നിങ്ങൾക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ചാടിക്കേറി മാർക്കൊക്കെ ചെയ്യും. ABCD ഒക്കെ മാർക്ക് ചെയ്യും. പക്ഷെ എക്സാമിന് ചെല്ലുമ്പോൾ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തിയറി അത്യാവശ്യം അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ബോധർ ചെയ്യേണ്ട. നമുക്ക് ടോപ്പിക്കുകൾ എടുത്ത് മെയിൻ ആയിട്ട് വേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്യും. ക്ലിയർ? ക്ലാസ്സിൽ തന്നെ ചെയ്യും. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് തന്നെ ഈ സാധനം വാട്സപ്പായിട്ട് വരികയും ചെയ്യും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ റൗണ്ടിങ് ഓഫ് ക്ലിയർ ആയോ? റൗണ്ടിങ് ഓഫ് ക്ലിയർ ആയോ? ഉറപ്പാണോ? നമ്മൾ കളയേണ്ട ആള് ചിന്തിച്ചേ. കളയേണ്ട ആള് >5 ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം പോലെ ഒന്ന് ആലോചിക്കേ. >5 ആണെങ്കിൽ പ്രിസീഡിംഗ് ഡിജിറ്റ് 1 കയറ്റുക. കളയേണ്ട ആള് <5 ആണെങ്കിൽ കളഞ്ഞേക്ക്, ഒന്നും ചെയ്യണ്ട. ക്ലിയർ? കളയേണ്ട ആള് 5 ആണെങ്കിൽ അപ്പൊ 3 കേസാ. 5 വന്നാലാണ് 3 കേസ്. ക്ലിയർ? ആ 5 ആണെങ്കിൽ 5 കഴിഞ്ഞ് ആരെങ്കിലും ഒരു നോൺ സീറോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രിസീഡിംഗ് ഡിജിറ്റ് 1 കൂട്ടണം. കളയേണ്ട ആള് 5ഉം, ക്ലിയർ, ഫോളോ ചെയ്യാൻ ആരുമില്ല, 0 ആണ്, ഒന്നുമില്ല എങ്കിൽ മുമ്പിലത്തെ ആളെ നോക്കാം. മുമ്പിലത്തെ ആള് ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഓടാണെങ്കിൽ 1 ആഡ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നോട്ട് ചെയ്തോണം കേട്ടോ. ഓക്കെ. ഓക്കെ, നിങ്ങളുടെ മെറ്റീരിയൽ എടുത്തേ. മെറ്റീരിയൽ കയ്യിലുള്ളവരൊന്ന് പെട്ടെന്ന് എടുത്തേ. മെറ്റീരിയൽ കയ്യിലുള്ളവർ പെട്ടെന്ന് എടുത്തേ. ഈ ലെവലിൽ ചെയ്തു പോവാ, അപ്പൊ പ്രശ്നമില്ല. എടുത്തോ. മെറ്റീരിയൽ ഉള്ളവരെടുക്കുക കയ്യില്. ഓക്കെ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് നോക്കി. നാലാമത്തെ നോക്കിയോ. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. 4th ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ എന്താ? ദ നമ്പർ അതാണോ? ക്വസ്റ്റ്യൻ അതാണോ? ദ നമ്പർ നോക്കാം. മെറ്റീരിയൽ കയ്യിലില്ലാത്തവർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ദ നമ്പർ 3.845 ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആൻഡ് 3.835 ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? ഈ 2 നമ്പർ തന്നിട്ടുണ്ട്. ഓൺ റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നമുക്ക് എത്ര എണ്ണം മതി? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മതി. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലേക്ക് നമുക്ക് എടുത്താം. റൗണ്ടിങ് ഓഫ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നത്. അപ്പം മൊത്തം 3 ഡിജിറ്റ് മതി. ഇവിടെ മൊത്തം എത്ര ഡിജിറ്റ് ഉണ്ട്? ടോട്ടൽ ഡെസിമൽ പോയിന്റ് അല്ല ചോദിച്ചേക്കുന്നത്, ടോട്ടൽ സിഗ്നിഫിക്കന്റ് ആയി പറയണത്. ഓക്കെ, മൊത്തം എത്ര ഡിജിറ്റ് ഉണ്ട്? ഈ നമ്പർ 3.845 എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര ഡിജിറ്റ് ഉണ്ട്? 4. നമുക്ക് ഇതിനകത്ത് എത്ര മതി? 3. ഇവിടെയും ടോട്ടൽ എത്രയുണ്ട്? 4. നമുക്ക് എത്ര മതി? 3. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ആരാ കളയേണ്ടത്? 5 അല്ലേ കളയണ്ടേ? ഇവിടെ ആരാ കളയണ്ടേ? 5 ആ കളയണ്ടേ? ഇവിടെ 5 കളയുമ്പോ 5 കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പ്രിസീഡിംഗ് ഡിജിറ്റ് നോക്കുക. ഈവൻ ആണോ ഓടാണോ? ഈവൻ. എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ? 3.84. ഇവിടെ നോക്കുക, 5 ആണ്, കഴിഞ്ഞ ആരുമില്ല, പ്രിസീഡിങ്. ഈവൻ ആണോ ഓടാണോ? ഓടാകുമ്പോ എന്ത് ചെയ്യണം? 1 റൈസ് ചെയ്യണം. അപ്പൊ ആൻസർ എത്ര വരും? 3.84. അപ്പൊ ആൻസർ ഏതാണ്?
3.84 and 3.84. ഏതാ ഓപ്ഷൻ? ഡി, ലാസ്റ്റ് ഓപ്ഷൻ. മനസ്സിലായോ? ക്ലിയർ ആയോ ഇല്ലയോ? ഓക്കെ, ജസ്റ്റ് വിട്ടു നോക്കോളാം. എന്തെങ്കിലും ഡൗട്ട് ഇടയ്ക്കുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക് ടൈമിൽ ചോദിക്കുക. ഞാൻ അടുത്തേക്ക് പൊക്കോട്ടെ, നിൽക്കാൻ സമയമില്ല, അതുകൊണ്ടാ. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ റൗണ്ടിങ് ഓഫിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ശരിക്കും, ഇപ്പം അതാണ് ഇപ്പൊ നമുക്ക് ക്ലിയർ ആയത്. ഇനി നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഓർമ്മയുണ്ടോ? റൂൾ ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു സാധനം പഠിച്ചു എന്ന് ഓർമ്മയുണ്ടോ? അത്ര ഹാപ്പി അല്ലേ? എത്ര റൂൾ ഉണ്ടെന്നെങ്കിലും ഓർമ്മയുണ്ടോ? ഹാപ്പി. അപ്പൊ 1, 2, 3, 4 ഇങ്ങനെ കുറെ റൂൾ ഉണ്ടായിരുന്നു. ഇന്നത് സിഗ്നിഫിക്കന്റ് ആണ്, ഇന്നത് സിഗ്നിഫിക്കന്റ് ആണ്, ഇന്നത് സിഗ്നിഫിക്കന്റ് ആണ്, ഇങ്ങനെയല്ലേ പഠിച്ചു വെച്ചേക്കണേ. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ് അല്ലേ? ഞാൻ ഈ റൂൾ ഒന്നും ഇപ്പൊ പറയുന്നില്ല, മനസ്സിലാക്കുക. ഇതൊരു ക്രാഷ് കോഴ്സ്. അപ്പൊ നമുക്ക് വേണ്ടത് പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് സിഗ്നിഫിക്കന്റ് എന്ന് ഞാൻ പറയുന്നതിന് പകരം ഞാനിപ്പോ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് കളയേണ്ടതെന്നാണ്. 2 കേസേ കളയേണ്ടുള്ളൂ, ബാക്കിയെല്ലാം വേണം. അപ്പൊ ആ 2 ഓർത്തിരുന്നാ പോരെ? കളയേണ്ടതിനെ ഓർത്തിരുന്നാ പോരെ? ബാക്കിയെല്ലാം വേണം. മനസ്സിലായോ? നിങ്ങൾ ബോർഡ് എക്സാമിനെ പഠിച്ചു വെച്ചേക്കണേ എന്താണ്? ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഇങ്ങനെ കുറെ റൂളാ പഠിച്ചു വെച്ചേക്കണേ. അതൊക്കെ ആയിക്കോട്ടെ, വേണം, ശരിയാ. പക്ഷെ ഏതാ വേണ്ടാത്തത്? 2 ഉള്ളൂ, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അതാണോ നോക്കിയാൽ മതി, ബാക്കിയെല്ലാം വേണം. ഓക്കെ, യെസ്. നോക്കിക്കോളാം. ഒരു നമ്പർ നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ 183 എന്ന് പറഞ്ഞ നമ്പർ വന്നു കഴിഞ്ഞാൽ, ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോവാണ്. ഇതിലെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. സീറോ അല്ലാത്തതെല്ലാം സിഗ്നിഫിക്കന്റ് എന്ന് വെച്ചാൽ എനിക്ക് വേണം. അപ്പൊ ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 3. അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എത്രയാണ്? 3 ആണ്. ഓക്കെ, 183.45. സീറോ അല്ലാത്തതെല്ലാം എനിക്ക് വേണം. ഞാൻ വേണം തന്നെയാ പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ എത്രയുണ്ട് ഇവിടെ? 5. ക്ലിയർ ആണോ? യെസ്, 5. ഇനി സീറോ വന്നാൽ, ഇതൊക്കെ ജസ്റ്റ് കേട്ടിരിക്കുക, സീറോ വന്നാൽ ആ സീറോ എന്ന് പറയുന്നത് നോൺ സീറോയുടെ ഇടയ്ക്കാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ കിടക്കണ സീറോ എന്ന് പറഞ്ഞാൽ 2 നോൺ സീറോയുടെ ഇടയ്ക്കല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്യാപ്പ് ഇട്ടു, ഇവിടെ ഒരു ക്യാപ്പ് ഇട്ടു, ആ സീറോയ്ക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. അതേപോലെയാണ്, നോൺ സീറോയുടെ ഇടയ്ക്കാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. ഇതെല്ലാം വേണം എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചത് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പഠിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് എത്രയാ? 1, 2, 3, 4, 5, 6. ശരിയല്ലേ? യെസ്, 6. ഇനി ഇങ്ങനെ നോക്കാതെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കാം, കളയേണ്ടത് ഏതാണെന്ന് ശ്രദ്ധിക്കാം. അതിലേക്ക് ഞാൻ വരുവാണ്. യെസ്, നോക്കിക്കോളാം. ഒന്നെങ്കിൽ നിങ്ങൾ നമ്പർ പഠിക്കുമ്പോൾ ഒരു ഇൻഡിജർ മാത്രമായിട്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ഇൻഡിജർ മാത്രം. പക്ഷെ ഈ നമ്പർ എടുത്ത് നോക്കിയേ, അവിടെ ഇൻഡിജർ പാർട്ടും ഉണ്ട്, ആരുമുണ്ട്? ഡെസിമൽ പാർട്ടും ഉണ്ട്. ക്ലിയർ ആയോ? ഇൻഡിജർ പാർട്ടും ഉണ്ട്, ഡെസിമൽ പാർട്ടും ഉണ്ട്. അപ്പൊ കളയേണ്ടത് എവിടെയാണെന്ന് ശ്രദ്ധിക്കേണ്ടത്. നോക്കിക്കോളാം. നമുക്ക് ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ആര് മാത്രമേ ഉള്ളൂ? ഡെസിമൽ പാർട്ട്. ശ്രദ്ധിച്ചോളെ, നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കണേ, റൂൾ അല്ല ഞാൻ എഴുതുന്നത്. നമ്മുടെ കയ്യിൽ ആര് മാത്രമേ ഉള്ളൂ? ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നോക്കിയേ, 0.00732. ഇവിടെ ഇൻഡിജർ പാർട്ട് ഉണ്ടോ? ഇല്ല. നമ്മൾ തുടങ്ങിയത് തന്നെ പോയിന്റിലാണ്. ഇനി ഇവിടെ 0 കണ്ട് കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ തുടങ്ങിയത് തന്നെ പോയിന്റിലാണ്. ക്ലിയർ ആയോ? ഇവിടെ ഒരു 0 ഇട്ടെന്ന് ഓർത്തും വാല്യൂ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല, 0 തന്നെയാ. ക്ലിയർ അല്ലേ? ഇവിടെ ഇൻഡിജർ പാർട്ട് ഉണ്ടോ ഇല്ലയോ? ഇല്ല. ക്ലിയർ? അങ്ങനെ വന്നാൽ ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രം ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആണ്. ഫ്രം ദ ഫസ്റ്റ് നോൺ സീറോ. ഇവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആരാ? 7 മുതൽ റൈറ്റിലേക്ക് കൗണ്ട് ചെയ്യാം. ആദ്യത്തെ സീറോസിനെ വേണ്ട. കളയേണ്ടതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ ആദ്യത്തെ സീറോസ് വേണ്ട. ഹാപ്പിയാണോ? ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ ആരെ വേണ്ട?
ആദ്യത്തെ സീറോസ് വേണ്ട. ക്ലിയർ? ഫസ്റ്റ് നോൺ സീറോ മുതൽ കൗണ്ട് ചെയ്യാം. ഫസ്റ്റ് നോൺ സീറോ ഇവിടെ ആരാ? 7. അവിടെ മുതൽ അങ്ങോട്ട് കൗണ്ട് ചെയ്യാം. അപ്പൊ എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4. അപ്പൊ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് എത്രയാണ്? 4 ആണ്. നോക്കാം, ഇനി എക്സാമ്പിൾ നോക്കാം. 0.000532. മനസ്സിലാക്ക? ഇന്റിജർ പാർട്ട് ഉണ്ടോ ഇല്ലയോ? ഇല്ല, ഡെസിമൽ അല്ലേ ഉള്ളൂ. അങ്ങനെ ഡെസിമൽ പാർട്ടേ ഉള്ളെങ്കിൽ നമുക്ക് എവിടുന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങാം? ഫസ്റ്റ് നോൺ സീറോ മുതൽ തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് നോൺ സീറോ മുതൽ അങ്ങോട്ട് കൗണ്ട് ചെയ്യാം. അപ്പൊ എത്ര എണ്ണായി? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാ? 3. ക്ലിയർ ആയോ? ഒന്നുകൂടി നോക്കാം. 0.000532. മനസ്സിലാ? ഡെസിമൽ പാർട്ട് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ ഉള്ളൂ? അങ്ങനെ ഡെസിമൽ പാർട്ട് മാത്രം വന്നാൽ ആരെയാ കളയേണ്ടത്? ഫസ്റ്റ് സീറോസ് മാത്രം കളയാ, ബാക്കിയെല്ലാം വേണം. അപ്പൊ ഫസ്റ്റ് സീറോസ് കളഞ്ഞാൽ നമ്മൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ്? ഫ്രം ദ ഫസ്റ്റ് നോൺ സീറോ. അപ്പൊ എത്ര ആൻസർ? 4. ക്ലിയർ? ഓക്കെ, ഒന്നുകൂടി നോക്കാം. 0.000503.200. ക്ലിയർ? ഡെസിമൽ പാർട്ട് മാത്രമല്ലേ ഉള്ളൂ. ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ കളയേണ്ടത് ആരെയാണ്? ഫസ്റ്റ് സീറോസിനെ കളഞ്ഞേക്ക. ഫസ്റ്റ് സീറോ എന്നല്ല പറഞ്ഞത്, ആദ്യത്തെ സീറോസുകളെല്ലാം കളയുക. ഫസ്റ്റ് നോൺ സീറോ മുതൽ കൗണ്ട് ചെയ്ത് തുടങ്ങുക. മനസ്സിലായോ? പിന്നെ വരുന്ന എല്ലാം നമുക്ക് ആവശ്യമുണ്ട്, അതാരാന്ന് നോക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആയോ? അപ്പൊ എത്രയാ? 1 2 3 4 5 6. ക്ലിയർ ആണോ അല്ലയോ? യെസ്. നോട്ട് ചെയ്യാ, പെട്ടെന്ന് നോട്ട് ചെയ്യാ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, പെട്ടെന്ന് സ്പീഡ് കൂടുതലാണെങ്കിൽ അപ്പം പറഞ്ഞോണം. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ പറഞ്ഞോണം. ഓക്കെ, എൻ്റെ ഒരു പോളിസി കുറേ പറയുന്നതിലല്ല, പറയുന്ന കാര്യം വ്യക്തമാവണം. എനിക്ക് വേണമെങ്കിൽ കുറേ എന്ന് പറയാം. ഇന്ന് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞിട്ട് പോവാം. 5 ചാപ്റ്റർ തീർക്കാം. ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല അല്ലേ? അങ്ങനെയാണോ വേണ്ടേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറയുന്ന കാര്യം വ്യക്തമായിട്ട് എടുക്കാം. അറ്റ്ലീസ്റ്റ് ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുക അവിടെ ചെല്ലുമ്പോൾ. ക്ലിയർ? ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ കളയേണ്ട സീറോസ് എവിടുന്ന? ഫസ്റ്റ് സീറോസ് എല്ലാം കളയണം. എവിടുന്ന് കൗണ്ടിങ് തുടങ്ങണം? ഫ്രം ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് അല്ലേ? കൗണ്ടിങ് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊന്നും നമ്മൾ റൂളായിട്ടല്ല പഠിച്ചത്. റൂളായിട്ട് നമുക്ക് വേണ്ടതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കേണ്ടത് കളയേണ്ടതിനെ കുറിച്ചാണ്. അപ്പൊ എളുപ്പമുണ്ട്, ആകെ 2 ഉള്ളൂ. ക്ലിയർ? 2 ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നു ഒൺലി ഇന്റിജർ പാർട്ട്. എളുപ്പമുണ്ട്, മനസ്സിലാക്ക. ഇന്റിജർ പാർട്ട് മനസ്സിലാക്ക. ഓക്കെ, അങ്ങനെ ഇന്റിജർ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ ശ്രദ്ധിച്ചോളാം. ഇന്റിജർ പാർട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡെസിമൽ പാർട്ട് ഇല്ല, ഇന്റിജർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്റിജർ മാത്രം ഉള്ളെങ്കിൽ നോക്കിക്കോളാം. 183 ഇത് ഇന്റിജർ അല്ലേ? ആണോ അല്ലയോ? ഇവിടെ 0 ഇല്ല, അപ്പൊ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. വേണം അല്ലേ? 0 വരുമ്പോഴല്ലേ കൺഫ്യൂഷൻ ഉള്ളൂ. നമ്മൾ എപ്പോഴും കളയുന്ന ആളാരാ? 0. അപ്പൊ പിന്നെ ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് എത്രയാ? 3. അവിടെ നമുക്ക് 3 ആണെന്ന് അറിയാം. ഇനി നോക്കിക്കോളാം. 18300. ക്ലിയർ? അപ്പൊ 0 വന്നു.
ക്ലിയർ ആയോ? ഇനി ശ്രദ്ധിച്ചോ, ഡെസിമൽ പാർട്ടേ ഉള്ളെങ്കിൽ ആദ്യത്തെ സീറോസിനെ കളയണം. ഇന്റിജർ പാർട്ടേ ഉള്ളെങ്കിൽ അവസാനത്തെ സീറോസിനെ കളയണം. എളുപ്പമായില്ലേ? എളുപ്പമായോ ഇല്ലയോ? ആരെയാ കളയേണ്ടത്? അവസാനത്തെ സീറോസിനെ കളയുക. അപ്പൊ ആൻസർ ഇവിടെ എത്രയാ? സിഗ്നിഫിക്കന്റ് എത്രയാ? 3. ഇവിടെ നോക്കുക, ആദ്യത്തെ സീറോസിനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇവിടെ നമ്മൾ അവസാനത്തെ സീറോസിനെയാണ് കട്ട് ചെയ്യണത്. മനസ്സിലായോ? ഓക്കെ, നോക്ക 7 5 2 3 0 0 0. എത്രയാ? ആരെയാ കട്ട് ചെയ്യണ്ടേ? ലാസ്റ്റ് സീറോസിനെ. മനസ്സിലാക്കാം. ഇന്റിജർ മാത്രമേ ഉള്ളെങ്കിൽ ലാസ്റ്റ് സീറോസിനെ കട്ട് ചെയ്തേക്കാം, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതെ, ഇയാളെ കട്ട് ചെയ്തു, ഇയാളെ കട്ട് ചെയ്തു, ഇയാളെ കട്ട് ചെയ്തു. ഇവിടെ ബാക്കി എത്ര ഉണ്ട്? 4. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്ര ഇവിടെ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഉറപ്പാണോ? 7 5 0 2 0 3 0 0. ഇന്റിജർ അല്ലേ? ഇന്റിജർ അല്ലേ? ആരെയാ കട്ട് ചെയ്യണ്ടേ? ഏത് സീറോ? ലാസ്റ്റ് സീറോസിനെ കട്ട് ചെയ്യാം, വേറെ ആരെയും കട്ട് ചെയ്യരുത്. ലാസ്റ്റ് സീറോസിനെ കട്ട് ചെയ്യാം അല്ലേ? ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. എത്രയാ? 1 2 3 4 5 6. എളുപ്പമാണോ അല്ലയോ? എളുപ്പമാണോ അല്ലയോ? ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ ആരെ കട്ട് ചെയ്യണം? ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ ആരെ കട്ട് ചെയ്യണം? ആദ്യത്തെ സീറോസിനെ കട്ട് ചെയ്യണം. ഇന്റിജർ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ ആരെ കട്ട് ചെയ്യണം? ലാസ്റ്റത്തെ സീറോസിനെ കട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഇടയ്ക്കൊക്കെ ഉള്ള സീറോസ് നമുക്ക് ആവശ്യമുണ്ട്. കട്ട് ചെയ്യേണ്ടവനെ കുറിച്ച് മാത്രം ആലോചിക്കുക, അപ്പൊ ബാക്കിയെല്ലാം വേണമല്ലോ. ക്ലിയർ? ഇനി ഇതിനകത്തൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. മാറ്റോട്ടെ, ഞാനിത് ഈ സൈഡ് മാറ്റോട്ടെ. ഡെസിമൽ പാർട്ട് ക്ലിയർ അല്ലേ? ഇന്റിജറിൽ എക്സെപ്ഷൻ ഉണ്ട്, അതൊന്ന് പറഞ്ഞുതരാം. ഇതേ നമ്പർ നോക്കിക്കോളാം, ഇതേ നമ്പർ. ഈ നമ്പർ ഒന്ന് ഫോക്കസ് ചെയ്തേ, ഈ നമ്പർ ഒന്ന് ഫോക്കസ് ചെയ്തേ. ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് എത്രയാ? ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് എത്രയാ? എത്രയാ? കേൾക്കാൻ മേല? 3. കാരണം നമ്മൾ ലാസ്റ്റ് സീറോസ് കട്ട് ചെയ്തു. പക്ഷേ 18300 മീറ്റർ. എന്താണ് ഞാൻ ഈ എഴുതിയേക്കണോ ഈ എഴുതിയേക്കണോ നമ്മൾ വ്യത്യാസം? ഇവിടെ ഞാനൊരു നമ്പറാണ് ഇട്ടത്, ഇവിടെ അതിന്റെ കൂടെ ഒരു യൂണിറ്റും കൂടി ഇട്ടു അല്ലേ? മീറ്റർ, ഒരു യൂണിറ്റ് വന്നു. ഒരു മീറ്റർ, ചിലപ്പോൾ മീറ്റർ ആയിരിക്കും ഇടുന്നത്, ചിലപ്പോൾ ഞാൻ കിലോഗ്രാം ആയിരിക്കും ഇടുന്നത്, ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും ഇടുന്നത്. ക്ലിയർ ആയോ? അപ്പൊ കൂടെ ഒരു യൂണിറ്റ് വന്നാൽ കട്ട് ചെയ്യരുത്. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, മറ്റതൊരു നമ്പറാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇന്റിജർ മാത്രമേ ഉള്ളെങ്കിൽ, നമ്മൾ പഠിച്ചതനുസരിച്ച് ഒന്ന് പറഞ്ഞ്, ഇന്റിജർ മാത്രമേ ഉള്ളെങ്കിൽ ആരെ കട്ട് ചെയ്യാം? ലാസ്റ്റ് സീറോസിനെ കട്ട് ചെയ്യാം. പക്ഷെ കൂടെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിലോ കട്ട് ചെയ്യരുത്. അപ്പൊ മൊത്തം എടുത്തോണം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ വന്നാൽ അവിടുത്തെ സിഗ്നിഫിക്കന്റ് എത്രയാ? ഈ സൈഡിൽ എഴുതിയേക്കണ പോലെ വന്നാൽ അവിടുത്തെ സിഗ്നിഫിക്കന്റ് എത്രയാ? യെസ്, 5. ക്ലിയർ ആയോ? പറഞ്ഞ് വ്യത്യാസം ക്ലിയർ ആയോ ഇല്ലയോ? എല്ലാവർക്കും? ആർക്കെല്ലാം റിപ്പീറ്റ് ചെയ്യണോ? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? കൂടെ യൂണിറ്റ് വന്നാൽ കട്ട് ചെയ്യരുത്. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി ഒരു കേസ് ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഓർത്തിരിക്കേണ്ടത്. ഓർത്തിരിക്കേണ്ട കേസ് അതേ ഉള്ളൂ. ഓർത്തിരിക്കേണ്ട കേസ് അതാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ? യെസ്. ഇനി നിങ്ങളോട് ചോദിക്കാണ്, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, സിഗ്നിഫിക്കന്റിന്റെ ഇത് കഴിഞ്ഞു. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇപ്പൊ നിങ്ങളോട് പറയാണ് 483 × 10⁵. ഇങ്ങനെ ഒരു നമ്പർ തരാൻ. ഇതൊക്കെ ജസ്റ്റ് കേട്ടിരിക്കുക, റൂൾ അല്ല, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം, ശരിയല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 10⁵ എന്നുള്ള ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഇനി എന്ത് വേണേലും ഇട്ടോട്ടെ, ബാക്കിയുള്ള നമ്പറിന്റെ എടുത്ത് വെച്ചാൽ മതി. ചില ആൾക്കാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 483 × 10² എന്ന് പറഞ്ഞാൽ ഇത് 10² ഒക്കെ ഇട്ട് വെക്കും. അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഒരു സാധനവും നിങ്ങൾ ചെയ്യാൻ പോകണ്ട. 10⁻² എന്നൊക്കെ പറഞ്ഞാൽ ഡെസിമൽ ഒക്കെ ഇട്ട് വെക്കും നിങ്ങൾ. മനസ്സിലായോ? അങ്ങനെ ഒന്നും ചെയ്യണ്ട, അവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ള നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് എഴുതി വെക്കുക. ഇവിടെ എത്രയാ സിഗ്നിഫിക്കന്റ്? ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് വരണേ? 3. ഇതിന്റെ മാത്രം എടുത്തു വെക്കുക, ഇതിന്റെ മാത്രം. അപ്പൊ സിഗ്നിഫിക്കന്റ് എത്ര വരും? 3 വരും.
ഓക്കെ ആണോ? നോക്കിയേ, 5.857 into 10⁻². നിങ്ങൾ 10⁻² ഒന്നും നോക്കണ്ട, അവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ളതിന്റെ സിഗ്നിഫിക്കന്റ് നോക്കിക്കേ, എത്രയാ? 4. എല്ലാവർക്കും കിട്ടിയോ ഇല്ലയോ? ഹാപ്പി അല്ലേ? പറഞ്ഞ അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കന്റ് ഫിഗർ ഓഫ് പൈ? മാത്സിലെ പൈ അല്ലേ? പൈയുടെ സിഗ്നിഫിക്കന്റ് ചോദിക്കാം. എത്രയാ പൈയുടെ വാല്യൂ? എത്രയാ? 3.14. ഇനി ഉണ്ടല്ലേ? അത് 3.14 നിന്നോ? 3.14 കഴിഞ്ഞ് പിന്നെ ഉണ്ട് ഡിജിറ്റ്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് നമ്മൾ പൈയുടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് പറയുന്നത് എത്രയാ? ഇൻഫിനിറ്റി. നോട്ട് ചെയ്യാം. ക്ലിയർ ആയോ? സിഗ്നിഫിക്കന്റ് ഫിഗർ ഓഫ് പൈ ഈസ് ഇൻഫിനിറ്റി. സിഗ്നിഫിക്കന്റ് ഫിഗർ ഓഫ് പൈ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇതുപോലെ തിയറി പറയണോ വേണ്ടയോ? അതോ ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയോ? എനിക്ക് എളുപ്പം ക്വസ്റ്റ്യൻ ചെയ്യണതാണ്. പറയണം, എന്നാലും പഠിച്ചിട്ട് വരില്ല. ചേടാ ഞങ്ങൾ കാശും തരണം പിന്നെ പഠിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം അല്ലേ? ശരിയല്ലേ? കാശ് ഞാൻ അങ്ങോട്ടും തരണം, നമ്മൾ തന്നെ പണിയെടുക്കുകയും വേണം. മോശമായ പരിപാടിയാ അല്ലേ? ഇനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വെച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ആദ്യം നോക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. പെട്ടെന്ന് ഓടിച്ച്, ഞാൻ +1 ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും നമുക്ക് പറയാൻ സമയം കിട്ടുന്നത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, യെസ്. 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ, ചിന്തിച്ചേ, 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു എൻട്രൻസ് ക്വസ്റ്റ്യന് ചോദിക്കുകയോ ഇല്ലയോ? നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരല്ല. 5.4 into 3.43 അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചോദിക്കുകയോ ഇല്ലയോ? ചാൻസ് ഉണ്ടോ ഇല്ലയോ? സ്വാഭാവികം, കാരണം നമുക്കറിയില്ലല്ലോ. മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമല്ലേ? അറിയാം. അപ്പൊ അവർ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? സിഗ്നിഫിക്കന്റ് ഫിഗർ വെച്ച് വേണം അപ്ലൈ ചെയ്യാൻ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇതൊക്കെ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? മുഖം കണ്ടിട്ടൊന്നും തോന്നണല്ലോ, അതുകൊണ്ടാ. ഓക്കെ, 2 നമ്പർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, കണ്ടിരുന്നാൽ മതിയേ. ഞാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ നോട്ടിലെ നമ്പർ തന്നെ ഇടുവാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 10.43 ഒരു നമ്പറാണ്. 10.43 into 2.8612. 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനാ, ആണോ ഇല്ലയോ? 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനായിരിക്കും. ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ റൂളാണ്, അതുകൊണ്ടാണ് ഒന്നിച്ച് പറയുന്നത്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾ ഇരുന്ന് ചെയ്യുമൊന്നും വേണ്ട, നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ? 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനേമല്ലേ? അറിയാമോ ഇല്ലയോ? അറിയാം. അപ്പൊ നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യും, ഉറപ്പാണ്. നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ഞാൻ എഴുതാം, 29.842316. ഇങ്ങനെ ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടി. ഹാപ്പി ആയില്ലേ? 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് ആൻസർ കിട്ടി. നോക്കിക്കഴിഞ്ഞപ്പം ABCD ഓപ്ഷൻ അതിലില്ല. മനസ്സിലായോ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ആ ആൻസറും കിട്ടി, പക്ഷെ ആൻസർ ഓപ്ഷനിൽ വേണ്ടേ? ഓപ്ഷനിലില്ല. അപ്പൊ ആ ഓപ്ഷനിൽ ഏതാണ് റൈറ്റ് ആൻസർ? അപ്പൊ നമ്മൾ അവിടെ സിഗ്നിഫിക്കന്റ് റൂൾ അപ്ലൈ ചെയ്യണം. ക്ലിയർ ആയോ? ഇങ്ങനെ ഒരു ആൻസർ ഇല്ലെന്നേ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് റൂള്? ഏതൊക്കെ നമ്പറുകളാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതാത് നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് എത്രയാന്ന് ആദ്യം കണ്ടുപിടിക്കണം. 10.43യുടെ സിഗ്നിഫിക്കന്റ് എത്രയാ? 10.43യുടെ സിഗ്നിഫിക്കന്റ് എത്രയാ? 4. 4 ഡിജിറ്റ് ആണ് സിഗ്നിഫിക്കന്റ്. ക്ലിയർ ആണോ എല്ലാവർക്കും? 2.8612ന്റെ സിഗ്നിഫിക്കന്റ് എത്രയാ? 5. ഇത്രയും ക്ലിയർ ആയോ?
അപ്പൊ ഇതിൽ ലീസ്റ്റ് നമ്പർ ആരാ, കുറവാരാ? 4 ആണോ 5 ആണോ? 4. ഏതൊക്കെ നമ്പർ ആണോ മൾട്ടിപ്ലൈ ചെയ്തത് ആ നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് കാണുക, അതിൽ ലീസ്റ്റ് എത്രയാണെന്ന് നോക്കുക, ആ അത്രയും സിഗ്നിഫിക്കന്റ് ആൻസറിലും വരാവുള്ളൂ. ഇവിടെ സിഗ്നിഫിക്കന്റ് എത്രയാ? ഇവിടെ സിഗ്നിഫിക്കന്റ് എത്രയാ? 5. അതിൽ കുറവ് ആരാണ്? കുറവ് 4. അപ്പൊ ആൻസറിലും എത്ര സിഗ്നിഫിക്കന്റ് മതി? ആൻസറിലും എത്ര സിഗ്നിഫിക്കന്റ് മതി? 4 മതി. അപ്പൊ 4 നമുക്ക് എടുക്കാം. 1 2 3 4. ക്ലിയർ ആയോ? അപ്പൊ അടുത്തയാളെ നമുക്ക് കളയണം. റൗണ്ടിങ് ഓഫ്. നമ്മൾ പഠിച്ച റൂൾ അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? 4 പോരെ? അപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന ആളെ കളയണം. ഞാനിപ്പോ റൗണ്ട് ചെയ്തിരിക്കുന്ന നമ്പർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദ നമ്പർ ടു ബി ഡ്രോപ്ഡ് ഈസ് ലെസ് ദാൻ 5. അല്ലേ? കളയേണ്ട ആളെന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് 2 അല്ലേ? അല്ലേ? അപ്പൊ 2 എന്ന് പറഞ്ഞത് ലെസ് ദാൻ 5 അല്ലേ? ലെസ് ദാൻ 5ന്റെ റൂൾ എന്തായിരുന്നു? കളഞ്ഞേക്ക. ബാക്കി അങ്ങ് എഴുതി വെച്ചാൽ പോരെ. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര ശരിക്കും? 29 ഇത് ഓപ്ഷനിലുണ്ട്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്താൽ നമ്മൾ നോക്കേണ്ട എന്താണ്? ആ നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് നോക്കണം. ഓക്കെ? 2 നമ്പർ ഉണ്ടാവുമല്ലോ, മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ. അതാത് നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് നോക്കാം. അതിൽ ലീസ്റ്റ് എത്രയാണോ അതേ ആൻസറിൽ വരാവുള്ളൂ. ഓക്കെ? എന്നിട്ട് റൗണ്ടിങ് ഓഫിന്റെ റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ? നോട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ? എഴുതി കഴിഞ്ഞെങ്കിൽ പറയണം. ഇനി ഇത് ഇപ്പൊ ഞാനിപ്പോ ബോർഡിൽ എക്സാമ്പിൾ ആയിട്ട് ചെയ്തു വെച്ചേക്കണ എന്താ? 2 നമ്പർ എടുത്ത് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ പറയും, 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ. ചോദ്യം ശ്രദ്ധിച്ചോ. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ്, ബോർഡിലേക്ക് നോക്കിക്കോണേ ഞാൻ പറയണത്. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 10.43 ആൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 2.8612. ക്ലിയർ ആയോ? ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാന്ന് ഞാൻ പറഞ്ഞു ബോർഡിൽ 10.43. ബ്രെഡ്ത്ത് എത്രയാന്ന് പറഞ്ഞു 2.8612. ഫൈൻഡ് ദ ഏരിയ. ക്വസ്റ്റ്യൻ അതാ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. എങ്ങനെയാ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ കാണണേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അവിടെ മൾട്ടിപ്ലിക്കേഷനാ. അങ്ങനെ മനസ്സിലായിക്കോണം നമ്മൾ. ക്ലിയർ ആയോ? അല്ല ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ ചോദിക്കണമെന്നില്ല. അപ്പോൾ റെക്ടാങ്കിളിന്റെ ഏരിയ കാണുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാവണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഡിവിഷൻ ആണെങ്കിലും ഇങ്ങനെ ചോദിക്കാം. 2 നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്യാൻ. കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഓക്കെ, 2 നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്യാൻ ചോദിക്കാം. ഡയറക്റ്റ് ചോദിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ചോദിക്കാം? ഡയറക്റ്റ് ഇങ്ങനെ നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറയാതെ എങ്ങനെ ചോദിക്കാം? ഡിസ്റ്റൻസ് അവർ തരും, ടൈം അവർ തരും. ഫൈൻഡ് ദ സ്പീഡ്. സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഡിവിഷനാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നോക്കിക്കോണം. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എവിടെയൊക്കെ വരുന്നോ ഇത് അപ്ലൈ ചെയ്യാം. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവിഷൻ കംപ്ലീറ്റ് ഡിവിഷൻ ചെയ്യണം. അങ്ങനെ ഒരു ആൻസർ ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ക്ലിയർ ആയോ? അപ്പൊ ചിന്തിച്ചോണം സിഗ്നിഫിക്കന്റ് ആണ് അവിടെ അപ്ലൈ ചെയ്തേക്കണേ എന്നുള്ളത്. ഓക്കെ. ഇനി മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കണ്ടുവരുന്നത് ഇതുപോലെ വലിയ നമ്പർ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട വരില്ല. ഓപ്ഷൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നോക്കിയേ, നിങ്ങളുടെ ഇവിടെ ഈ നമ്പർ ആണ് തന്നേക്കണേ. ഈ നമ്പർ എത്രയാ? 10.43. സിഗ്നിഫിക്കന്റ് എത്രയാ? ഇവിടെ എത്രയാ? സിഗ്നിഫിക്കന്റ് എത്രയാ? അപ്പൊ ആൻസറിൽ എത്ര വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാ? ആൻസറിൽ എത്ര സിഗ്നിഫിക്കന്റ് വരുമെന്ന് ഉറപ്പാ? 4 വരുള്ളൂ.
അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് 4 സിഗ്നിഫിക്കന്റ് ഉള്ള ഓരോ ഓപ്ഷനേ ഉള്ളെങ്കിലോ ഉറപ്പായിട്ടും അതായിരിക്കില്ലേ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയണ്ട. ക്ലിയർ ആയോ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് വരാം. ഇനി റിപ്പീറ്റ് ചെയ്യണോ ഇത്? ഉറപ്പല്ലേ? ഇനി അഡീഷൻ സബ്ട്രാക്ഷൻ. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. 2 നമ്പർ എടുത്ത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പർ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ? പറ്റും. സിമ്പിൾ അഡീഷൻ ആണ്. അഡീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ 207.319. ഇങ്ങനെ നമ്പറും കിട്ടി. ഓക്കെ, 3 നമ്പറുകൾ ആഡ് ചെയ്യാൻ ഞാൻ ചോദിച്ചു. 3 നമ്പറുകൾ ഏതൊക്കെ ആഡ് ചെയ്യാൻ ചോദിച്ചേക്കണേ? 204.9 പ്ലസ് 0.319 പ്ലസ് 2.10. 0.319 പ്ലസ് 2.10. ഈ നമ്പർ ആഡ് ചെയ്യാൻ അറിയാമല്ലേ? +2 കഴിഞ്ഞില്ലേ? ആഡ് ചെയ്യാൻ അറിയാമോ ഇല്ലയോ? പിന്നെ അറിയാം. ആഡ് ചെയ്തപ്പോൾ ആൻസറും കിട്ടി. കിട്ടിയ ആൻസർ എത്രയാ? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടിയ ആൻസർ എത്രയാ? 207.319. പക്ഷെ അങ്ങനെ ഓപ്ഷനിലില്ല. മനസ്സിലായില്ലേ? അപ്പൊ റൂൾ അപ്ലൈ ചെയ്യാം. ക്ലിയർ? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു റൂള്? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു റൂള്? ഏതൊക്കെ നമ്പറുകളാണോ മൾട്ടിപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തത് അതാത് നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് കാണണം. എന്നിട്ട് അതിൽ ലീസ്റ്റ് ഏതാണോ അത്രയും തന്നെ സിഗ്നിഫിക്കന്റ് എവിടെ വരാവുള്ളൂ? ആൻസറിൽ വരാവുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ നോക്കുന്നത് ടോട്ടൽ സിഗ്നിഫിക്കന്റ് അല്ല. മനസ്സിലായിക്കോണം. ഇവിടെ ടോട്ടൽ സിഗ്നിഫിക്കന്റ് അല്ല, ഒരു നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് അല്ല നമ്മൾ നോക്കുന്നത്. നോക്കിയേ, ഈ ഒരു നമ്പർ, ഫസ്റ്റ് നമ്പർ നോക്കിയേ, ഈ നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് എത്രയാ? 4. പക്ഷെ നമുക്കത് ആവശ്യമില്ല. നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഈ നമ്പറിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്നാണ്. അത് മാത്രം നോക്കുക. ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ്. ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 1. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്രയുണ്ട്? 3. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്രയുണ്ട്? 2. ക്ലിയർ ആയോ? അപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. അതിലെ ലീസ്റ്റ് നോക്കുക. ഏതാ? ആരാ? 1 അല്ലേ? അപ്പൊ ആൻസറിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 1 മതി. ഇവിടെ 1 ആയതുകൊണ്ട് ടോട്ടൽ സിഗ്നിഫിക്കന്റ് അല്ല പറയുന്നത്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റുകൾ ഉണ്ടെന്ന് മാത്രം നോക്കുക. സോ ഇവിടെ 1 ആണ്. ഇവിടെയും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 1 മതി. തൊട്ടടുത്ത് കളയേണ്ട ആളാരാ നോക്കിയേ? റൗണ്ടിങ് ഓഫിന്റെ റൂൾ ആലോചിച്ച് നോക്ക്. തൊട്ടടുത്ത് കളയേണ്ട ആളാരാണ്? 1 ആണ്. <5 അല്ലേ? <5 വന്നാൽ എന്ത് ചെയ്യണം? കളഞ്ഞേക്ക. അപ്പൊ ആൻസർ എത്രയാ? ഓക്കെ ആണോ നോക്ക? ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ? എനിക്കിന്നെ ഫാനില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്ന് നോക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 5 എടുത്തിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 5 ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 5 the number of significant figures in the number. ഞാൻ നമ്പർ എഴുതാം, അതിന്റെ സിഗ്നിഫിക്കന്റ് പറഞ്ഞാൽ മതി.
ചെയ്യാൻ പറ്റില്ലേ? സിഗ്നിഫിക്കൻ്റേ ചോദിച്ചിട്ടുള്ളൂ, അഡീഷൻ സബ്ട്രാക്ഷൻ ഒന്നും ചോദിച്ചിട്ടില്ല, വെറുതെ സിഗ്നിഫിക്കൻ്റേ ചോദിച്ചിട്ടുള്ളൂ. പോരട്ടെ. ആദ്യത്തെ ആൻസർ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കണം, അല്ലെങ്കിൽ ഞാൻ തലക്കടിച്ചേനെ. ആദ്യത്തെ ആൻസർ യെസ്. ആ നമ്പറിൽ ഇൻഡിജർ പാർട്ടും ഡെസിമൽ പാർട്ടും രണ്ടും ഇല്ലേ? രണ്ടും മിക്സ് ചെയ്ത് വന്നാൽ കളയാൻ പറ്റില്ലല്ലോ. കളയണത് എപ്പോഴാ? ഒന്നെങ്കിൽ ഡെസിമൽ പാർട്ട് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ഇൻഡിജർ പാർട്ട് മാത്രമായിരിക്കണം. മനസ്സിലാവണ്ട ഞാൻ പറയണത്? ക്ലിയർ ആക്കുക. നമ്മൾ കളയുക എന്ന് പഠിച്ചു വെച്ചേക്കണത് രണ്ട് കേസിലേ ഉള്ളൂ. എവിടെയാ കളയുന്നത്? ഒന്നെങ്കിൽ ഡെസിമൽ പാർട്ട് മാത്രം. ഡെസിമൽ പാർട്ട് മാത്രമാണെങ്കിൽ ആദ്യത്തെ സീറോസിനെ കളയുക, സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്. ഇൻഡിജർ പാർട്ട് മാത്രമാണെങ്കിൽ ലാസ്റ്റ് സീറോസിനെ കളയുക. ഇങ്ങനെയല്ലേ പഠിച്ചേ? ആദ്യത്തെ നമ്പർ നോക്കിയേ, ഇവിടെ ഇൻഡിജർ പാർട്ട് ഉണ്ട്, പോയിന്റ് ഡെസിമൽ പാർട്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ പിന്നെ കളയുക നമ്മൾ പഠിച്ചിട്ടില്ല. കിട്ടിയ? അപ്പൊ എത്രയുണ്ട്? 1 2 3 4 5. 10ന്റെ പുറകെ അവിടെ കിടന്നോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ശരിയല്ലേ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചേ? ഇവിടെ ഒന്ന് നോക്കിയേ, ഇൻഡിജർ പാർട്ട് മാത്രമേ ഉള്ളോ? ഡെസിമൽ പാർട്ട് മാത്രമേ ഉള്ളോ? രണ്ടും ഇല്ലേ? അപ്പൊ ഇൻഡിജർ പാർട്ടും ഉണ്ട്, ഡെസിമൽ പാർട്ടും ഉണ്ട്. അങ്ങനെ രണ്ട് പാർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മൊത്തം വേണ്ടേ? വേണോ? അപ്പൊ എണ്ണിക്ക് 1 2 3 4 5 6 7. അപ്പൊ ആൻസർ എത്രയാ? 5 and 7. ഓക്കെ അല്ലേ? ഉണ്ടോ? അറിയാവുന്ന സാധനം തെറ്റിക്കുക. പിന്നെ ക്യാമറ ഓഫ് ആകുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ പിന്നെ പറയും. ഹാപ്പി? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഒന്ന് നോക്കിക്കോട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ രണ്ട് ഇക്വേഷൻ കൂടി തരാം. നിങ്ങൾ ഈ വെർനിയർ കാലിബർ, സ്ക്രൂ ഗേജ് അങ്ങനെയൊക്കെ പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ വല്ല ഓർമ്മയുണ്ടോ? ഞാൻ ജസ്റ്റ് ഇക്വേഷൻ എഴുതി തരാം, എന്നിട്ട് ഞാൻ ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, കേട്ടിരിക്കും. ഓക്കെ. നമുക്ക് കാരണം ടോപ്പിക്ക് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് മാക്സിമം നമുക്ക് എക്സാമിന് വേണ്ട സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. വെർനിയർ കാലിബർ എന്ന് പറയുന്നതിൽ നമുക്ക് ഓർത്തിരിക്കണം. ഞാൻ രണ്ട് ഇക്വേഷൻസ് എഴുതിപ്പോ, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ ബോർഡ് എഴുതണമെന്ന് എഴുതി വെച്ചു. LC എന്ന് ഉദ്ദേശിക്കുന്നത് ലീസ്റ്റ് കൗണ്ട്, 1 MSD മൈനസ് 1 VSD. ഓക്കെ. കൂടാതെ LC എന്ന് പറയുന്നത് വാല്യൂ ഓഫ് 1 MSD ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡേറ്റ അനുസരിച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഇക്വേഷൻ ജസ്റ്റ് എഴുതി വയ്ക്കുക, പറയാം. സ്ക്രൂ ഗേജ് ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. വെർനിയർ കാലിബർ 1 MSD മൊത്തം എഴുതുക, എന്നിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ഓക്കെ. യെസ്. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഈ വേർഡുകളൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ വന്നിട്ടുണ്ടോ? ഇങ്ങനെ കണ്ടതായിട്ടെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ഓക്കെ. എന്താണ് LC എന്ന് പറയുന്നത്? ലീസ്റ്റ് കൗണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ലീസ്റ്റ് കൗണ്ട്?
ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? അതേ കോൺസെപ്റ്റ് വരുന്ന അതേ ഐഡിയ വരുന്ന വേറെ എന്തെങ്കിലും ഒരു വേർഡ് അറിയാമോ? സ്കെയിൽ ഉണ്ടോ കയ്യിൽ? എടുത്തു തരാം. സ്കെയിൽ ഉണ്ടോ? എന്നോടോ ബാല, പെൻസിൽ തന്നെ വലിയ കാര്യമാണ്, പിന്നെ ആഡംബരാണ് പേൻ. എന്നോടാണ് സ്കെയിൽ ചോദിക്കണത്. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി സ്കെയിൽ? പണിയായില്ലേ, തരണ്ടായിരുന്നു. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി സ്കെയിൽ? അവിടെ 15. ഓക്കെ, അപ്പൊ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്നത് ആണോ ലീസ്റ്റ് കൗണ്ട്. ഏറ്റവും ചെറിയ അളവ് 1 millimeter. മനസ്സിലായോ? ക്ലിയർ ആയോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറവെന്ന് അർത്ഥം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഏറ്റവും വലുത് എന്നാണ്. മൂവാറ്റുപുഴക്കാർ അങ്ങനെയാ? കാര്യം മനസ്സിലായില്ലേ? വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി സ്കെയിൽ? ചെറുത്. എന്റെ വാല്യൂ പറയടാ. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി സ്കെയിൽ? 1. നോക്കി, ഈ സ്കെയിൽ ഉപയോഗിച്ച് എനിക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? നോക്കി, ആദ്യത്തെ ഒരു വര, അത് കഴിഞ്ഞ് തൊട്ടടുത്തൊരു കുഞ്ഞു വരയില്ലേ, അതല്ലേ ഏറ്റവും ചെറുത്. മനസ്സിലായോ? ക്ലിയർ ആയോ? സോ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി സ്കെയിൽ ഈസ് 1 millimeter. അപ്പൊ 1 millimeterനേക്കാൾ ചെറിയൊരു വാല്യൂ അളക്കണമെങ്കിൽ ഈ സ്കെയിൽ പറ്റുമോ? ഇല്ല. 1 millimeter എന്ന് പറഞ്ഞാൽ 10⁻³ meter. ക്ലിയർ? 1/10³ അല്ലേ? ആരോടാ? ആണോ? കഴിഞ്ഞ ക്ലാസ് ഞാൻ എഴുതി തന്നായിരുന്നു മില്ലി സെന്റി ഒക്കെ. ബുക്കിൽ വെച്ചിട്ടില്ലേ? ചില്ലിട്ട് വെച്ചോ? ഫ്രെയിം ചെയ്യാൻ കൊടുത്തോ? ഇനി മറിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രെയിം ചെയ്യാൻ കൊടുത്തോ? എൻട്രൻസ് എക്സാം കഴിയുമ്പോൾ നമുക്കിത് കിട്ടും അല്ലേ? ഫ്രെയിം ഒക്കെ ചെയ്ത് കിട്ടും, വീട്ടിലിങ്ങനെ തൂക്കിയിടാം. ആണോ? അപ്പൊ 1 millimeterനേക്കാൾ ചെറിയൊരളവുണ്ടെങ്കിൽ ഞാൻ സ്കൂൾ ടോപ്പറാ സാർ, ഇതുപോലത്തെ സില്ലി ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ആൻസർ ചെയ്യാറില്ല. ആണോ? ഓക്കെ, അപ്പോൾ 1 millimeterനേക്കാൾ ചെറിയൊരു വാല്യൂ എനിക്ക് മെഷർ ചെയ്യാൻ പറ്റൂ ഈ സ്കെയിൽ ഉപയോഗിച്ച്? പറ്റില്ല. അത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 millimeter ആണ്, അല്ലെങ്കിൽ 10⁻³ meter ആണ്. അത്രയും വ്യക്തമാണോ? ഇനി ആരെങ്കിലും ചോദിക്കുകയാണ് ഒരു സ്കെയിലിന്റെ മീറ്റർ സ്കെയിൽ, ഇതിനെ നമ്മൾ വിളിക്കുന്ന മീറ്റർ സ്കെയിൽ, ഒരു മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത്രയെങ്കിലും മനസ്സിലായില്ലേ? ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ്, ലീസ്റ്റ് കൗണ്ട്. അതിന്റെ വേറൊരു പേരല്ലേ, വേറൊരു ഇൻസ്ട്രുമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു പേരാണ് റെസൊല്യൂഷൻ. ക്യാമറയിൽ നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയും. മൊബൈലൊക്കെ മേടിക്കാൻ നേരത്ത് എത്ര MB റെസൊല്യൂഷൻ ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്, പിക്സൽ എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് എന്നെ സാധനം ഒന്നും അറിയത്തില്ല. ആകെ അറിയാം ഇത് പിക്സൽ കൂടിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി കൂടുമെന്ന് അറിയാം അല്ലേ? ആണോ അല്ലയോ? യെസ്, റെസൊല്യൂഷൻ കേട്ടിട്ടുണ്ടോ? അത് തന്നെ ഈ സാധനം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 1 millimeter, അല്ലെങ്കിൽ 10⁻³ meter. അപ്പൊ 10⁻³ meter വരെ നമുക്ക് ഇതുകൊണ്ട് അളക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ ചെറുത് വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെർനിയർ കാലിബർ. മനസ്സിലായോ? 10⁻⁴ വരെ പറ്റും. 10⁻⁴ വരെ പറ്റും. ഇത് ഉപയോഗിച്ച് 10⁻³ വെർനിയർ കാലിബർ ഉപയോഗിച്ച 10⁻⁴. ഓക്കെ, അതിനേക്കാൾ ചെറുത് വന്നാലോ സ്ക്രൂ ഗേജ് 10⁻⁵. മനസ്സിലാവുണ്ടോ പറയണ എന്താന്ന്? ക്ലിയർ ആയോ പറഞ്ഞേ? എന്നോട് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിന്റെ എത്ര? 10⁻³ വെർനിയർ കാലിബർ ആണെങ്കിൽ 10⁻⁴, സ്ക്രൂ ഗേജ് ആണെങ്കിൽ 10⁻⁵. അതിനേക്കാൾ ചെറുത് വന്നാലോ 10⁻⁵നേക്കാൾ ചെറുത് വന്നാൽ 10⁻�6. അവിടെ മൈക്രോസ്കോപ്പുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലാബുകളിൽ മൈക്രോസ്കോപ്പ് നമ്മൾ പറയുന്നില്ലേ, ആ സാധനം. അതിനേക്കാൾ ചെറുതുണ്ട്. നമുക്ക് തൽക്കാലം അത്രയെങ്കിലും അറിഞ്ഞിരിക്കുക, 10⁻⁻6 വരെയെങ്കിലും അറിഞ്ഞിരിക്കുക മൈക്രോസ്കോപ്പുകൾ. മനസ്സിലായോ? ഈ മൈക്രോസ്കോപ്പ് തന്നെ പല ടൈപ്പ് ഉണ്ട്, നമ്മൾ പഠിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഉണ്ട് സെം, ടെം, ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അതിനേക്കാൾ ചെറുതിലേക്ക് പോകുന്നുണ്ട്. ഇത്ര ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഈ ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. MSD എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ. അതാ സാധനം ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും.
ഒന്ന് മെയിൻ, 2 സ്കെയിലുകളാണ് അതിനകത്ത് അല്ലേ, ഒന്ന് മെയിൻ സ്കെയിൽ ഡിവിഷനും ഒന്ന് വെർനിയർ സ്കെയിൽ ഡിവിഷനും. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആ വാല്യൂ എത്രയാണോ തരുന്നത് അത് നേരെ ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ലീസ്റ്റ് കൗണ്ട് ചിലപ്പോൾ കണ്ടുപിടിക്കാനായിരിക്കും. ഇത് കൂടാതെ ഇത് എഴുതി കഴിഞ്ഞോ ഞാൻ ഇത് പഠിപ്പിക്കുന്നൊന്നുമില്ല. ഇത് പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ കൂടുതൽ ഇതിന് തന്നെ വേണം. കാരണം ആ ഇൻസ്ട്രുമെന്റ് കാണിച്ച് പഠിപ്പിച്ചാൽ അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പിരിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ഇതെന്താ ഈ സാധനം? ഇപ്പൊ ലീസ്റ്റ് കൗണ്ട്. പിച്ച് എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ആകെ ക്രിക്കറ്റ് പിച്ച് മാത്രമേ അറിയാവുള്ളൂ. പിച്ച് എന്ന് വെച്ചാൽ എന്താ? ഇയാൾ എന്തിനാ വന്നേ അല്ലേ? പിച്ച് എന്ന് വെച്ചാൽ എന്താ? പിച്ച്. ഓക്കെ, ക്ലിയർ? ഓക്കെ. ഇതിപ്പോ എന്താ ഇങ്ങനെ ഇതിങ്ങനെ പിരിഞ്ഞ് കയറൂലോ? കയറും. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു പേപ്പർ കഷ്ണം വെച്ചാൽ ആദ്യം കയറി അത്രയും കയറുമോ? ഇല്ലല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വയ്ക്കുന്ന പേപ്പർ കഷ്ണത്തിന്റെ കട്ടി കൂടിയാൽ അത്രയും കയറുമോ? ഇല്ല. ക്ലിയർ ആയോ? ഇനി ശ്രദ്ധിച്ചോ, ഈ സാധനം ഇല്ലേ, ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ റൗണ്ടിൽ ഓരോ മാർക്ക് 1 2 3 4 5 ഇങ്ങനെ മാർക്ക് കൊടുക്കുക. നമ്മൾ സ്കെയിലിൽ കൊടുത്തേക്കണ പോലെ ചെറിയ ഡിവിഷൻസ് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് തുടങ്ങണം. ഇവിടെയാണ് ആദ്യത്തെ വര. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പിരിച്ചു. ആ ഒന്ന് പിരിക്കണേനാണ് 1 കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. 2 പിരിച്ചു, അപ്പൊ എത്രയായി? 2. 3 പിരിച്ചു, അപ്പൊ എത്രയായി? 3 കംപ്ലീറ്റ് റൊട്ടേഷനായി. ക്ലിയർ ആയില്ലേ? അപ്പോ ഇങ്ങനെ ഓരോ പ്രാവശ്യം പിരിക്കുമ്പോഴും ഈ സാധനം ഉള്ളിലേക്ക് കയറി പോവല്ലേ? അതാണ് ഡിസ്റ്റൻസ് മൂഡ്. ഉള്ളിലേക്ക് എത്ര ഡിസ്റ്റൻസ് മൂഡ് ലീനിയർലി. മനസ്സിലാവുണ്ടോ? എവിടെ സ്ക്രൂ ഗേജ് ചെയ്തോ? കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയോ ചെയ്തു. ഞാൻ ബുക്കിൽ റീഡിങ്സ് എഴുതി വെച്ചു. ആണോ? അല്ല, ഞാൻ അന്ന് ആബ്സെന്റ് ആയിരുന്നു. ഉണ്ടായിരുന്നു. റെക്കോർഡ് വേറെ ആളാണ് എഴുതുന്നത്. നിങ്ങൾ ലാബിലുണ്ടോ സ്ക്രൂ ഗേജ്? ഉണ്ട്, ഭാഗ്യം. ഉണ്ട്. ഓക്കെ. അപ്പോ ഈ പിച്ച് എന്ന് പറഞ്ഞ സാധനം എന്താണ്? പിച്ച് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് നോക്കിയേ. ഡിസ്റ്റൻസ് മൂഡ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉള്ളിലേക്ക് എത്ര ഉള്ളിലേക്ക് കയറി. ക്ലിയർ ആയോ? ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ പിരിക്കുമ്പോൾ ഇത് ഉള്ളിലേക്ക് കയറുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചുമ്മാ ഒരു എക്സാമ്പിൾ എന്നുള്ള ലെവല് ഇത് ഒന്ന് പിരിച്ചപ്പോ, ചുമ്മാ എക്സാമ്പിൾ ആണ്, 1 പിരിച്ചപ്പോ 1 മില്ലിമീറ്റർ കയറി എന്ന് വെക്കുക. അപ്പൊ രണ്ടാമത് ഒന്നുകൂടി പിരിച്ചാലോ വീണ്ടും 1 മില്ലിമീറ്റർ കയറും. മൂന്നാമത് ഒന്നുകൂടി പിരിച്ചാലോ വീണ്ടും 1 മില്ലിമീറ്റർ. ക്ലിയർ? അപ്പോ എത്ര ഡിസ്റ്റൻസ് ഉള്ളിലേക്ക് കയറി എന്നുള്ളതാണ് ഇവിടെ ഡിസ്റ്റൻസ് മൂഡ് എന്ന് എഴുതി വെച്ചേക്കണം. ഓക്കെ. ഇനി അങ്ങനെ അത്രയും ഡിസ്റ്റൻസ് ഉള്ളിലേക്ക് കയറാൻ എത്ര കംപ്ലീറ്റ് റൊട്ടേഷൻ എടുത്തു? മനസ്സിലായോ? അതാണ് ആ പിച്ചിന്റെ കോൺസെപ്റ്റ്. അതേ പറഞ്ഞു. അതാ ആ എക്യുപ്മെന്റ് ഇത് വെച്ചിട്ട് വേണം പറഞ്ഞു തന്നാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ആ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലീസ്റ്റ് കൗണ്ടിന്റെ ആൻസർ കിട്ടും. ഓക്കെ. ഇത് തിരിച്ച് സെറ്റ് ചെയ്യാൻ അറിയാമോ? പിടിക്കുകയാണല്ലോ. ഓക്കെ, എഴുതി വെച്ചോ? ഓക്കെ, ഞാൻ ഒരു ഇക്വേഷൻ കൂടി തരാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വളരെ റെയറാണ്, എപ്പോഴൊന്നും ചോദിക്കുന്നതല്ല, പക്ഷെ വളരെ റെയറായിട്ട് വരുന്നൊരു ഇതാണ്. ഈ ഇൻസ്ട്രുമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം നമുക്ക് വെറുതെ ഇങ്ങനെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ആ ഇൻസ്ട്രുമെന്റ് വെച്ച് നിങ്ങൾ ചെയ്താൽ എക്സ്പെരിമെന്റൽ സാധനങ്ങൾ. റെക്കോർഡൊക്കെ കയ്യിലിരിപ്പില്ലേ? റെക്കോർഡില്ലേ? ഇല്ല, കളഞ്ഞു, തൂക്കി വിറ്റു? ഇല്ല. കടലവധിയാൻ കൊടുത്തോ? ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മറിച്ച് നോക്കിക്കണം കേട്ടോ ഇടയ്ക്ക്. ഓക്കെ, തിയറി പാട്ടുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ LSR എന്ന് ഉദ്ദേശിക്കണം അവിടുത്തെ ലീസ്റ്റ് കൗണ്ട് റീഡിംഗ് ആണ്. CSR എന്ന് പറയുന്നത് സർക്കുലർ സ്കെയിൽ റീഡിംഗ് ആണ്. ഓക്കെ, സോറി, LSR എന്ന് പറഞ്ഞാൽ ലീനിയർ. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് LC. ഇത് ലീനിയർ സ്കെയിൽ റീഡിംഗ് ആണ്. ഇത് സർക്കുലർ സ്കെയിൽ റീഡിംഗ് ആണ്. ഇത് ലീസ്റ്റ് കൗണ്ട്. വളരെ എപ്പോഴൊന്നും വരുന്ന ക്വസ്റ്റ്യൻസ് അല്ല, എപ്പോഴൊന്നും അല്ല, പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ട്. കിടന്നോട്ടെ, കയ്യിൽ കിടന്നോട്ടെ, എന്തെങ്കിലും ആവശ്യം വന്നാൽ. ഓക്കെ, ഇത്രയും ക്ലിയർ? ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അന്നേരം ഇതിൻ്റെ ഒരു ഐഡിയ വരുള്ളൂ. ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പൊക്കോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ടോ? ഡയമെൻഷനൊക്കെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഡയമെൻഷനൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നോക്കിയോ, പിള്ളേർ ചെയ്യണോ നോക്കിയോ, ഞങ്ങൾ ബോർഡേ വന്ന് ചെയ്യും.
നാറ്റിക്കരുത്, ക്ഷമിക്കണം അല്ലേ. ഡയമെൻഷൻ ചെയ്യാൻ അറിയാമോ? ഓക്കെ, പറയട്ടെ. കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങളും കൂടി നോക്ക്, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് പോവാം. നോക്കിക്കോളാം, പെട്ടെന്ന് നോക്കാം. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നിർത്തി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ഇവിടെ പറഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം നമ്മൾ ചെയ്തു പോകാൻ പറ്റില്ല ഇപ്പം ആയതുകൊണ്ട്, അപ്പോൾ ഇത് ഞാൻ അയക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഇനി അതല്ല നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്സപ്പിൽ തന്നെ തിരിച്ച് റിപ്ലൈ ഇട്ടാൽ മതി, അതെനിക്ക് വന്നോളൂ. എന്ത് സംശയം? ഞങ്ങൾക്ക് സംശയം ഒന്നും സാധനേ ഇല്ല അല്ലേ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഡസ് നോട്ട് ഹാവ് സിമിലർ ഡയമെൻഷൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ, ഡയമെൻഷനെ വെച്ച് ചോദിക്കാവുന്ന ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പൊ തന്നത്. അടുത്ത ഇനി ഇതിനകത്ത് വരുന്നുണ്ട് ഡയമെൻഷൻസ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നേക്കുന്ന ഡയമെൻഷൻ വെച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫുള്ള് നമ്മൾ ഡയമെൻഷനാണ് ചെയ്തത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തത് മിസ്സായി. ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഏതൊക്കെയാ? സ്ട്രെസ്സും പ്രഷറും. സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ എന്താ? ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഡസ് നോട്ട് ഹാവ് സിമിലർ ഡയമെൻഷൻ അല്ലാത്തത്. അത്രേ ഉള്ളൂ. അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സിമിലർ ഡയമെൻഷൻ അല്ലാത്തത് ആർക്കൊക്കെയാണ്? സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താ? സ്ട്രെസ് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താ? ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ അറിയണമെങ്കിൽ എന്ത് അറിഞ്ഞിരിക്കണം? കഴിഞ്ഞ ക്ലാസ്സിലുള്ളവർ പറയൂ. ഡയമെൻഷൻ അറിയാമോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഡയമെൻഷൻ അറിയാമോ ഇല്ലയോ? അറിയാമോ ഇല്ലയോ? മിണ്ടാതിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവർ പറയൂ. എമ്മയോ? ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ അറിയണമെങ്കിൽ എന്തറിയണം? ഇക്വേഷൻ അറിയണം. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? സോളിഡ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചോ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് +1. ഒരു ചാപ്റ്റർ ഇല്ലായിരുന്നോ? സോറി സാർ, ഞങ്ങൾ ടെക്സ്റ്റ് മേടിച്ചിട്ടില്ല. ഫോഴ്സ് ബൈ ഏരിയ ഇക്വേഷൻ തന്നെ. ബാക്കിയുള്ളവർ അവിടെ മിണ്ടാതിരുന്നോ? എനിക്കറിയാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 19 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിച്ചതാണ് ഇതിന്. ആണോ ഇല്ലയോ? ആണോ? 1-2 ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഞാൻ ജയിച്ചത്. ഡയമെൻഷൻ മറ്റേ 10-30 ക്വസ്റ്റ്യൻ ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, പോരട്ടെ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? mL/(-2) ഏരിയ പറ. L². ഈ L കട്ടായി. സോ എന്ത് വരും? mL/(-1) T/(-2). ഇനി പ്രഷറിന്റെ ഡയമെൻഷൻ എന്താ? പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? പ്രഷറിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ, അയ്യോ എന്റെ പൊന്നു മക്കളെ, ഫോഴ്സ് ബൈ. അപ്പൊ രണ്ടിനും സെയിം ഡയമെൻഷനിലേ വരുള്ളൂ. സെയിം ഇക്വേഷനിലേ, സെയിം ഡയമെൻഷനിലേ വരുള്ളൂ. ഇന്ന് വന്നവരെ ഞാൻ ഒന്നും മിണ്ടണില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല, സ്വാഭാവികം. ബാക്കിയുള്ളവർ പറയണം. ഓക്കെ, നിങ്ങൾ കേട്ടിരിക്കെ, നമുക്ക് ബ്രേക്ക് ടൈമിൽ നമുക്ക് ക്ലിയർ ആക്കാം വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ നമ്മൾ ചെയ്തു നോക്കണം. എന്നിട്ട് ഇവർ രണ്ടുപേരുടെയും ഡയമെൻഷൻ സെയിം ആയി വരുമോ അതോ ഡിഫറെന്റ് ആയിട്ട് വരുമോ? സെയിം. അപ്പൊ അതല്ല ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ്. ഡസ് നോട്ട് ഹാവ് സിമിലർ എന്നാണ്. അത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓപ്ഷനിൽ നോക്കിക്കേ, ടെൻഷൻ, പിന്നെ എന്താ പറഞ്ഞേ, സർഫസ് ടെൻഷൻ. ഇങ്ങനെയൊക്കെ വേർഡുകളെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. എന്താ ടെൻഷൻ? ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നതാണ് ടെൻഷൻ. ആണോ? ടെൻഷൻ എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ്. പറഞ്ഞുതരാം കേട്ടോ, അത് പറഞ്ഞുതരാം. ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ടേം ആണ്. അപ്പൊ ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ഫോഴ്സിന്റെ ഡയമെൻഷൻ, ലാസ്റ്റ് ഇരിക്കുന്ന കുട്ടിയുടെ പേരെന്താണ് മക്കളെ? നയന എന്ന് പറഞ്ഞേ. സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ നയന. സർഫസ് ടെൻഷൻ ഫോഴ്സ് ബൈ ലെങ്ത്
സോ mLt⁻² ബൈ L. സോ mt⁻². നോക്കാം, ഇവിടുത്തെ ഡയമെൻഷൻസ് ഡിഫറെന്റ് ആണ്. എന്താ ചെയ്തതെന്നെങ്കിലും ആളുകൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് നമ്മളിവിടെ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കണേന്ന് മനസ്സിലായോ? ഉറപ്പായിട്ടും നിങ്ങൾ ഇന്ന് എത്ര മണിക്ക് പോകും? നിങ്ങൾ കറക്റ്റ് 12:45 പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ വഴക്ക് പറയും. ഇരിക്കാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റും കൊണ്ട് ഞാൻ ഡയമെൻഷൻ ക്ലിയർ ആക്കി തരാം. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ ഇപ്പം അവർ ചിന്തിക്കണം ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾക്ക് പോകാമല്ലോ എന്ന്. ഓക്കെ, സോ ഇങ്ങനെ ഓരോ ക്വാണ്ടിറ്റിക്കും ഡയമെൻഷൻ എഴുതണം. ആ ഡയമെൻഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം പോകില്ലോ. ഓക്കെ, എനിവേ 9th ക്വസ്റ്റ്യൻ ചെയ്യാമോ ആരെങ്കിലും? അല്ലെ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നോക്കിയോ മക്കളെ, ശ്രദ്ധിച്ചേ, പെട്ടെന്ന് ഓടിച്ചോ, എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ ഇച്ചിരി സമയം കയറ്റിയെടുക്കുവേ, 12:45 എന്നുള്ള ഒരു 10 മിനിറ്റ് കയറ്റിയെടുക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ബ്ലാങ്ക് ആവും. ഞാൻ ഈ ചെയ്യണത് വേസ്റ്റാ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, പെട്ടെന്ന് ശ്രദ്ധിച്ചോ. നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ജസ്റ്റ് നോക്കിയോ, നമുക്ക് എല്ലാം ശ്രദ്ധിച്ചേ. ഡയറക്റ്റ് ഡയമെൻഷൻസ് ഉള്ളത് എത്ര പേർക്കാണ്? 7 പേർക്കാണ്. നമ്മൾ SI സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 7 പേരുണ്ട്. ആരൊക്കെയാണ് 7 പേര്? മാസ് പോരട്ടെ, പെട്ടെന്ന്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, പോരട്ടെ, ഇലക്ട്രിക് കറണ്ട്, പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പിന്നെ നയന, ഇനി എന്റെ പേരെ വിളിക്കുള്ളൂ, ലൂമിനസ് ഇന്റൻസിറ്റി. മോളുടെ പേരെന്നാ? ദിയ. അപ്പൊ നയനയും ദിയാണ് ഇന്നത്തെ ഹിറ്റ് മേക്കേഴ്സ്. ഓക്കെ, മാസിന്റെ M, അടുത്തയാള് നയന. L, ടൈമിന്റെ. T, ടെമ്പറേച്ചർ. K അല്ലെങ്കിൽ തീറ്റ, കറണ്ട്. A അല്ലെങ്കിൽ I, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോൾ, ലൂമിനസ് ഇന്റൻസിറ്റി, CD. നിങ്ങൾക്ക് വേണ്ടി ഈ പറയണത് കേട്ടിരുന്നോ? സിനിമ കാണുന്ന പോലെ. അപ്പോ ഇത്രയും സാധനത്തിന് ഡയറക്റ്റ് ഡയമെൻഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. മാസിന്റെ ഡയമെൻഷൻ ചോദിച്ചാൽ എന്ത് പറയണം? M. ലെങ്തിന്റെ ചോദിച്ചാൽ L. ടൈമിന്റെ ചോദിച്ചാൽ T. ഇങ്ങനെ ഈ 7 എണ്ണത്തിന്റെ ഡയമെൻഷൻ ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റ് പറഞ്ഞിരിക്കണം. ഇതല്ലാതെ എന്തെങ്കിലും ചോദിച്ചാൽ, ഈ ക്വാണ്ടിറ്റി അല്ലാതെ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും പെട്ടെന്നൊന്ന് നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്കറിയാലോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതല്ലാതെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. സ്പീഡിന്റെ ഡയമെൻഷൻ ചോദിച്ചാൽ എന്തെഴുതണം? സ്പീഡിന്റെ ഇക്വേഷൻ എഴുതണം. സ്പീഡ് എന്ന് പറഞ്ഞ ടേം ഇതിനകത്തുണ്ടോ? ഇല്ല, ശരിയല്ലേ? നമുക്ക് ഇത്രയും പേരുടെ ഉള്ളൂ ഡയറക്റ്റ്. ക്വസ്റ്റ്യൻ എന്താ? ആരുടെ ഡയമെൻഷൻ കാണാനാ ക്വസ്റ്റ്യൻ? സ്പീഡിന്റെ ഡയമെൻഷൻ. അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ വേണം. എന്തിന്റെ ചോദിച്ചാലും ഇക്വേഷൻ വേണം. സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവരാരുമായിട്ടാ മാച്ച് ആവണേ? ലെങ്തുമായിട്ട്. അപ്പൊ എല്ലാം ബൈ ടൈം, ടൈം T. അപ്പൊ L ബൈ T. T മോളിൽ പോകുമ്പോ എന്ത് വരും? LT⁻⁻1. മനസ്സിലായോ? അപ്പൊ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതാൻ എന്തറിഞ്ഞാൽ മതി? ആ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ അറിയണം. ഇതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാലും നമുക്ക് ഇതേപോലെ LT⁻⁻1 കിട്ടും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. സോ LT⁻⁻1 ബൈ T. സോ LT⁻⁻2 കിട്ടും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് F = ma, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ മാസിന്റെ M ഇടണം, ആക്സിലറേഷന്റെ LT⁻⁻2 ഇടണം. എങ്ങനെയാ ചെയ്തു പോയെന്ന് ക്ലിയർ ആയോ എല്ലാവർക്കും? ഫോഴ്സിന്റെ ചോദിച്ചാൽ എന്തിടണം? ഫോഴ്സ് F = ma. എമ്മിന്റെ എന്താ നോക്കാം? മാസിന്റെ M, ആക്സിലറേഷൻ LT⁻⁻2. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ ചെയ്തത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇനി എന്ത് ടേം വന്നാലും നമുക്ക് ചെയ്യാൻ അറിയാലോ. ഇക്വേഷൻ അറിയണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ
നോട്ട്സ് ഉണ്ടോ കയ്യിൽ? കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് ദിവസം ചെയ്ത നോട്ട്സ് ഉണ്ടോ? നിങ്ങളൊന്ന് കോപ്പി എടുക്കോ മൊബൈലിൽ ഫോട്ടോ എടുക്കോ എന്തെങ്കിലും ചെയ്യും. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, പല മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇവന് അത്രയും ചെയ്യണമെങ്കിൽ വീണ്ടും 1-2 മണിക്കൂർ വേണം. ക്ലിയർ ആയി പറഞ്ഞു? എന്നിട്ട് അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഒരു ഏകദേശം ഐഡിയ വന്നില്ലേ? വന്നോ? ആ ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6th ക്വസ്റ്റ്യൻ നോക്കി. 6th ക്വസ്റ്റ്യൻ which of the following physical quantities has neither units nor dimension? എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെ യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. ഏതായിരിക്കും? റിലേറ്റീവ് ഡെൻസിറ്റി. ഇടുക്കി കറക്കി കുത്തിയതല്ലേ? അതെ. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി. ആ ടേം ഒക്കെ കേട്ടിട്ടുണ്ടോ? റിലേറ്റീവ് വെലോസിറ്റി. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഫസ്റ്റ് ഓപ്ഷൻ റിലേറ്റീവ്. അപ്പൊ ഓരോന്നും അറിഞ്ഞിരിക്കണം, എന്നാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എല്ലാ ചാപ്റ്ററിലെയും ടേംസ് അറിയണം. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ യൂണിറ്റ് ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് യൂണിറ്റ് ഉണ്ട്, അപ്പൊ അതല്ല ഓപ്ഷൻ. നമ്മുടെ ചോദ്യം എന്താണ്? യൂണിറ്റും ഉണ്ടാകാൻ പാടില്ല, ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ റിലേറ്റീവ് ഡെൻസിറ്റി. അത് കറക്റ്റ് ആണ്. കാരണം റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് മനസ്സിലാക്കുക, എല്ലാം ഇക്വേഷൻ ബേസ്ഡ് ആണ് കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞത് ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ന്യൂമറേറ്ററിലും ഡെൻസിറ്റിയാണ്, ഡിനോമിനേറ്ററിലും ഡെൻസിറ്റിയാണ്. അപ്പൊ രണ്ടും കൂടി എന്ത് ചെയ്യും? കട്ടായി പോകും. മനസ്സിലായോ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയേണ്ട ഇക്വേഷൻ എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ ന്യൂമറേറ്ററിൽ ആരാ കിടക്കുന്നത്? ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ. ഡെൻസിറ്റി അല്ലേ? ഡിനോമിനേറ്ററിൽ ആരാ കിടക്കണേ? ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ ന്യൂമറേറ്ററിലും ഡെൻസിറ്റി, ഡിനോമിനേറ്ററിലും ഡെൻസിറ്റി. രണ്ടും കട്ടായില്ലേ? അപ്പൊ അവിടെ യൂണിറ്റും കട്ടായി പോകും, ഡയമെൻഷനും കട്ടായി പോകും. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. എന്താ ചെയ്തതെന്നെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്നൊരു മനസ്സിലായോ? എന്താ ചെയ്തതെന്ന്? ആംഗിള്, തേർഡ് ഓപ്ഷൻ നോക്കി. ആംഗിളിന് യൂണിറ്റ് ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? ആംഗിളിന് യൂണിറ്റ് ഉണ്ട്. ആംഗിളിന്റെ SI യൂണിറ്റ് റേഡിയൻ ആണ്. അല്ലേ തന്നെ നമ്മൾ പറയില്ലേ, മാത്സിൽ പറയില്ലേ 30 ഡിഗ്രി 45 ഡിഗ്രി, അത് യൂണിറ്റ് അല്ലേ? അല്ലെങ്കിൽ π/2 റേഡിയൻ, പൈ റേഡിയൻ. അപ്പൊ യൂണിറ്റ് ഉണ്ട്. അപ്പൊ അതുമല്ല. എനർജിക്ക് യൂണിറ്റ് ഉണ്ടോ? എനർജിയുടെ യൂണിറ്റ് എന്താ? ഏതെങ്കിലും ഒരു എനർജി ആലോചിച്ച് നോക്ക്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി അല്ലെ? യൂണിറ്റ് എന്താ? ജൂൾ. യൂണിറ്റ് ഇല്ലേ? അപ്പൊ അതൊന്നും അല്ലല്ലോ ആൻസർ. അപ്പൊ ആൻസർ ഏതാ? റിലേറ്റീവ് ഡെൻസിറ്റി. ക്ലിയർ? ഓക്കെ, ഇനി അടുത്തത് 9th ക്വസ്റ്റ്യൻ നോക്കി. 9th ക്വസ്റ്റ്യൻ നോക്കാൻ വരട്ടെ. അത് വേറൊരു മോഡലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്ക് എഴുതാൻ പറ്റും. അത് അതിനെ വരാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യന്റെ മോഡൽ മനസ്സിലായെന്ന് പറയാം. നോക്ക്, നമ്മൾ ആ ഡയമെൻഷൻ എന്നുള്ള ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ 13ാമത്തെ ക്വസ്റ്റ്യൻ? 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് മാത്രം നോക്കി. ഐഡന്റിഫൈ ദ പെയർ ഹൂസ് ഡയമെൻഷൻസ് ആർ ഈക്വൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോന്നിന്റെയും എന്ത് കാണണം? ഡയമെൻഷൻ കാണണം. എന്നിട്ട് അതിൽ സെയിം ആയിട്ടുള്ളത് ഏതാണെന്നാ ചോദിച്ചേക്കണത്. അപ്പൊ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കാണണമെങ്കിൽ എന്തറിയണം? ഇക്വേഷൻ അറിയണം. ഞാൻ ഇക്വേഷൻ എഴുതിയിടാം, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം. ഇത് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. എന്നിട്ട് ബ്രേക്ക് കഴിഞ്ഞാൽ പറഞ്ഞോ, എന്തെങ്കിലും ഡൗട്ടാണോ? ഇല്ല. ഓക്കെ, ഇത് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മോഷൻ സ്ട്രേറ്റ് ലൈൻ തുടങ്ങാം. ബ്രേക്ക് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ വാട്സപ്പ് ചെയ്തിട്ട് ഇട്ടേക്കാം. ക്ലിയർ ആയോ? ഇനി അതല്ല, വാട്സപ്പ് വേണ്ട, നിങ്ങൾക്ക് ഇപ്പൊ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ റെഡി, ബ്രേക്ക് ടൈമിൽ ഫോട്ടോ എടുത്തോളാം. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. നോക്കിക്കോളാം. ഫസ്റ്റ് എന്താ? ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഹലോ, ടോർക്കും പിന്നെ ആരാ? ടോർക്കും വർക്കും ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ അറിയണമെങ്കിൽ ഇതിന്റെ എന്തറിയണം? ഇക്വേഷൻ. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്?
ആർ ക്രോസ് എഫ്. റൊട്ടേഷണൽ മോഷനിൽ പഠിക്കണതാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇക്വേഷൻ ഓർമ്മയില്ല, അതുകൊണ്ടാ. അറിയായിരുന്നോ? ഓക്കെ, അപ്പൊ ആർ ക്രോസ് എഫ്. ആർ എന്താണ്? എഴുതി കഴിഞ്ഞപ്പോ ഇനി ആർക്ക് വയ്ക്കാമല്ലോ. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിച്ചോട്ടോ. എടാ വർക്കിന്റെ ഇക്വേഷൻ എന്താ? അത് എനിക്കറിയാം, കേൾക്കൂല. ആർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താ? എസ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താ? എന്താ? എൽ. ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? എം എൽ ടി റൈസ് ടു മൈനസ് 2. മാസ് ഇൻറ്റു ആക്സലറേഷൻ. ക്ലിയർ ആയോ? യെസ്. അപ്പോ ഇതിന്റെ ടോട്ടൽ എത്ര വരും? എം ഒരെണ്ണേ ഉള്ളൂ, എല്ലും എല്ലും. അപ്പൊ എത്ര വന്നു? എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ക്ലിയർ? ഇനി വർക്കിന്റെ ഡയമെൻഷൻ വേണം. വർക്കിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എഫ് ഡോട്ട് എഫ്. ഓർമ്മയുണ്ടോ സാധനം? ഓക്കെ, എഫിന്റെ എന്താ? എഫിന്റെ എന്താ? എം എൽ ടി റൈസ് ടു മൈനസ് 2. ഡിസ്പ്ലേസ്മെന്റ് എന്താ? എൽ. ഡിസ്പ്ലേസ്മെന്റ് അതൊരു നീളമല്ലേ? നീളമല്ലേ? യെസ്. അപ്പൊ വീണ്ടും എൽ. അപ്പൊ വീണ്ടും ആൻസർ എന്ത് വരും? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ഇത് രണ്ട് സെയിം ആണോ നോക്ക്. സെയിം ആണോ അല്ലയോ? അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആയി. പിന്നെ ചെയ്യണ്ടല്ലോ. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് ഓപ്ഷൻ ചെയ്താൽ ഡിഫറെന്റ് ആയിട്ടേ വരുള്ളൂ. ക്ലിയർ? ഇതിനകത്ത് സെയിം ആയി വരുന്ന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ ഇരുന്ന ആളുകൾക്ക് ഈ ക്വസ്റ്റ്യനിലെ എല്ലാ ഡയമെൻഷൻ ടോപ്പിക്സും ചെയ്യേണ്ടതാണ്. കാരണം അതിലും ഹയർ ലെവൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല കേട്ടോ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവര് ഡയമെൻഷൻ വളരെ വ്യക്തമായിട്ട് എത്ര ക്വസ്റ്റ്യൻസോളം ചെയ്തു? 10-30 ക്വസ്റ്റ്യൻ മുകളിൽ ചെയ്തില്ലേ? 2 മണിക്കൂർ നമ്മൾ ഡയമെൻഷനാണ് സ്പെൻഡ് ചെയ്തത് കേട്ടോ. അത്രയും പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് ഈ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കോപ്പി എടുക്കുക, ഫോട്ടോ എടുക്കുക, എന്നിട്ട് ബാക്കി ഇനി ഇതിനകത്തുള്ളത് ഞാൻ ഇട്ടേക്കാം. ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ, അടുത്ത ക്ലാസ് വരുമ്പോൾ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ ഞാൻ ബ്രേക്ക് കഴിഞ്ഞ് എനിക്ക് 3 ചാപ്റ്റർ തീർക്കണം എന്നാ പറഞ്ഞത്. അതിനുള്ള സമയമില്ല. കാരണം നമുക്ക് അങ്ങനെ തീർത്താലേ നിങ്ങൾക്കൊരു, അല്ലെങ്കിൽ നമ്മൾ 2-3 ചാപ്റ്റർ വെച്ചോണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ഇനി മുതൽ നമ്മൾ ഓരോ സ്ലോട്ടിൽ ചാപ്റ്ററുകൾ കഥാത് ഇത് തീർന്നു പോകും. ഹാപ്പി? ഇപ്പം ബ്രേക്ക് എടുക്കാം. നമ്മൾ കഴിഞ്ഞ് വരുമ്പോൾ മോഷനെ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് നോക്കാം. മോഷനെ പ്ലെയിൻ ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കാം. ഓക്കെ, യെസ്.